हरि ओम। हरि ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृतां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं। मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्माय चेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वचांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ओं नमो भगवते वासुदेवाय। ओं नमो नारायणाय।
ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഭാഗവത ജ്ഞാനഗംഗ തുടരുകയാണ്. പുരഞ്ജനോപാഖ്യാനം നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. 25-ാം അധ്യായം ഒരധ്യായമാണ് നമ്മൾ പുരഞ്ജനോപാഖ്യാനം കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി 5-6 അധ്യായങ്ങൾ കൂടി കാണാനുണ്ട്. ഇപ്പോൾ 26-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. 26-ാം അധ്യായം ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 26-ാം അധ്യായം വായന. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ് ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ षड्विंशतितमोऽध्यायः. നാരദ ഉവാച. സ ഏകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുഗം ദ്വിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം ഏകരശ്മേകദമനം ഏകനീടം ദ്വികൂപരം പഞ്ചപ്രഹരണം സപ്തവരൂദം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷു ദിഃ ഏകാദശ ചമൂനാദഃ പഞ്ചപ്രസ്ഥമഗാദ്വനം ചചാര മൃഗയാം തത്ര ദൃപ്തഃ ആത്തേഷു കാർമുകഃ വിഹായ ജായാം അതദർഹാം മൃഗവ്യസനലാലസഃ ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹഃ ന്യഹനൻ നിശിതൈർബാണൈഃ വനേഷു വനഗോചരാൻ തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേദ്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യത്തെ യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സ ലിപ്യത്തെ അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യത്തെ ഗുണപ്രവാഹ പതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യതഃ തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാചൈഃ ശിലീമുഖൈഃ വിപ്ലവോ ഭൂദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേദ്യാൻ അന്യാംശ്ച വിവിധാൻ വിനിഘ്നൻ ശ്രമമദ്യഗാത് തതക്ഷുത്രിപരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേയിവാൻ കൃതസ്നാനോചിതാഹാരഃ സംവിവേശഗതക്ലമഃ ആത്മാനമർഹയാൻ ചക്രേ ധൂപാലേപസ്രകാദിഭിഃ സാദ്വലംകൃത സർവാംഗോ മഹിഷ്യാമാദദേ മനഃ തൃപ്തോ ഹൃഷ്ടഃ സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ നവ്യചഷ്ടവരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം അന്തഃപുരസ്ത്രിയോ പൃച്ഛത് വിമനാ ഇവ വേദിഷത് അപി വഃ കുശലം രാമാഃ സേശ്വരീണാം യഥാ പുരാ ന തദാ ഏതർഹി രോചന്തേ ഗൃഹേഷു ഗൃഹസമ്പതഃ യദി ന സ്യാത് ഗൃഹേ മാതാ പത്നീ വാ പതിദേവതാ വ്യംഗ്യേ രഥൈവ പ്രാജ്ഞഃ കോ നാമാസീത ദീനവത് ക്വ വർത്തതേ സാലലനാമജ്ജന്തം വ്യസനാർണവേ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. രാമ ഊചുഃ. നരനാഥ ന ജാനീമസ്ത്വൽപ്രിയാ യദ്വ്യവസ്യതി ഭൂതലേ നിരവസ്ഥാരേ ശയാനാം പശ്യ ശത്രുഹൻ. നാരദ ഉവാച.
പുരഞ്ജനസ്വമഹിഷീം നിരീക്ഷ്യാവതുദാംബുവി തൽസംഗോന്മദിതജ്ഞാനോ വൈക്ലഭ്യം പരമം യയൗ സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാചാ ഹൃദയേന വിദൂയത പ്രേയസ്യാ സ്നേഹസംരംഭലിംഗമാത്മനി നാഭ്യഗാത് അനുനിന്യേദശനകൈഃ വീരോ അനുനയകോവിദഃ പസ്പർശപാദയുഗളം ആഹചോത്സംഗലാളിതാം. പുരഞ്ജന ഉവാച നൂനം തു അകൃതപുണ്യാസ്തേ ഭൃത്യാ യേഷു ഈശ്വരാ ശുഭേ കൃതാഗസ്വാത്മസാത് കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. പരമോനുഗ്രഹോ ദണ്ഡോ ഭൃത്യേഷു പ്രഗുണാർപ്പിതഃ ബാലോ ന വേദ തത്തന്വി ബന്ധുകൃത്യം അമർഷണഃ. സാത്വം മുഖം സുതതി ശുഭ്രനുരാഗഭാരവ്രീഡാ വിളംബ വിലസത് ഹസിതാവലോകം ഉപസ്കൃതമുന്നസം നഃ സ്വാനാം പ്രദർശയ മനസ്വിനി വൽഗുവാക്യം. തസ്മിൻ ദദേദമഹം തവ വീരപത്നി യോന്യത്ര ഭൂസുരകുലാത് കൃതകിൽബിഷസ്തം പശ്യേന വീതഭയമുന്മുദിതം ത്രിലോക്യാം അന്യത്ര വൈ മുരരിപോഃ ഇതരത്ര ദാസാത്. വക്ത്രം നതേ വിതിലകം മലിനം വിഹർഷം സംരംഭ ഭീമമവിമൃഷ്ടമപേതരാഗം പശ്യേ സ്തനൗ അഭിശുചോപഹതൗ സുജാതൗ ബിംബാദരം വിഗത കുങ്കുമ പങ്കരാഗം. തന്മേ പ്രസീദ സുഹൃദഃ കൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശകതം കുസുമാസ്ത്രവേഗ വിസ്ത്രസ്ത പൗംസ്നമുഷദീന ഭജേത കൃത്യേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ ഷഡ്വിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും സുസ്വാഗതം ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്. 2-3 ദിവസം നമ്മൾ ശ്രീകൃഷ്ണ അവതാര ഭാഗത്തിലേക്ക് മാറ്റിവെച്ചു ഭാഗവതം. ഇപ്പോൾ കർക്കിടക മാസം 31-ാം തീയതി പുരഞ്ജനോപാഖ്യാനം നിർത്തിവെച്ചതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. പ്രാചീന ബർഹിസിന് വൈരാഗ്യം വരാനും ജ്ഞാനപ്രാപ്തി ഉണ്ടാവാനുമായിക്കൊണ്ട് പരോക്ഷമായി നാരദൻ പറഞ്ഞുകൊടുത്ത ഒരു കഥയാണ്, ഒരു ആഖ്യാനമാണ് പുരഞ്ജനോപാഖ്യാനം. പ്രാചീന ബർഹിസിൻ്റെ സ്വന്തം കഥ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും കഥ തന്നെയാണ് പുരഞ്ജനോപാഖ്യാനം. ഓരോ ജീവൻ്റെയും അവസ്ഥയെ തന്നെയാണ് നമ്മളെങ്ങനെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ സംസാരിയായി തീർന്നു എന്നുള്ള അതിനെ പരോക്ഷമായി പറയണം, ഒരാളുടെ കഥയായി പറഞ്ഞു. അപ്പോൾ പുരഞ്ജനൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ലോകം മുഴുവൻ സഞ്ചരിച്ച് എവിടെയും നിർവൃതി കിട്ടാതെ വാസസ്ഥാനം അന്വേഷിച്ച് അദ്ദേഹം ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെത്തി. അവിടെ 9 ദ്വാരങ്ങളുള്ളതായിട്ടുള്ള ഒരു പുരം കണ്ടു. ആ പുരത്തിൻ്റെ വർണ്ണനകളൊക്കെ കണ്ടിരുന്നു നമ്മൾ. ആ പുരത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടുമുട്ടി, ഒരു പ്രമദോത്തമയെ കണ്ടുമുട്ടി.
അവളോട് നീ ആരാണ്, നീ ആരുടേതാണ്, നീ ഈ പുരിയുടെ അടുത്ത് എന്താ ചെയ്യുന്ന എല്ലാം എനിക്ക് പറഞ്ഞു തരൂ, ആരൊക്കെയാണ് നിൻ്റെ കൂടെയുള്ളതായിട്ടുള്ള ആളുകൾ, 11 മഹാഭടന്മാരും കുറേ സ്ത്രീകളും ഒരു പാമ്പ് 5 തലയുള്ള പാമ്പുമൊക്കെ നിൻ്റെ കൂടെയുണ്ടല്ലോ, ഇതൊക്കെ ആരാണ്, നീ സാക്ഷാൽ മഹാലക്ഷ്മിയാണോ അതോ പാർവതീദേവിയാണോ സരസ്വതീദേവിയാണോ ലജ്ജാദേവിയാണോ, ഇങ്ങനെയെല്ലാം ചോദിച്ചു. പക്ഷേ തീർച്ചയായിട്ടും നിൻ്റെ കാലുകൾ ഭൂമിയിൽ പതിച്ചിരിക്കുന്നത് കൊണ്ട് നീ ദേവതയൊന്നുമല്ല, നീ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് കരുതുന്നു. അതുകൊണ്ട് നീ എന്നെ ഭരിച്ചാലും നമുക്കൊന്നിച്ചിവിടെ സുഖമായിട്ട് കഴിയാം എന്നൊക്കെയുള്ള ആ സ്ത്രീയോടുള്ള തൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തി. അത് കേട്ട ആ സ്ത്രീ സന്തോഷപൂർവ്വം പറഞ്ഞു, എനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല, ഈ ദേശം ആരുടേതാണ്, ഇതാരുണ്ടാക്കിയതാണ്, ഒന്നും അറിയില്ല. എന്തായാലും ഈ പുരത്തിൽ നമുക്ക് രണ്ടാൾക്കും കൂടി സുഖമായി കഴിച്ചു കൂട്ടാം. അങ്ങേപോലൊരു വീരനെ, അങ്ങേപോലൊരു പ്രിയദർശനനെ, ഉദാരമനസ്കനെ, വിഖ്യാതനായിട്ടുള്ള ഒരാളെ കണ്ടിട്ട് അങ്ങ് എന്നെ വരിച്ചിട്ട് വേണ്ടാന്ന് പറയാൻ ഞാൻ അത്ര മോശക്കാരിയല്ല, ബുദ്ധിയില്ലാത്തവളല്ല. അതുകൊണ്ട് അങ്ങയിൽ എൻ്റെ മനസ്സ് നല്ലതുപോലെ രമിക്കുന്നു. അങ്ങയുടെ ആ നീണ്ട ഉരുണ്ടതായിട്ടുള്ള കൈകളും അതുപോലെ അങ്ങയുടെ മന്ദസ്മിതപൂർവമായിട്ടുള്ള ആ നോട്ടവും കാരുണ്യവും എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് അങ്ങയെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഈ പുരത്തിൽ കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രമദ ഈ പുരഞ്ജനൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. അങ്ങനെ പുരഞ്ജനനും പുരഞ്ജന പത്നിയായി ഈ സ്ത്രീ അഥവാ പുരഞ്ജനി എന്ന് നമുക്ക് ഇനി വിളിക്കാം, പുരഞ്ജനന്റെ പത്നി ആയതുകൊണ്ട് ആ പുരഞ്ജനിയുമായിട്ട് ആ പുരത്തിൽ പ്രവേശിച്ച് 100 വർഷം സന്തോഷമായി മോദിച്ചു. മുമുദാദേ ശതം സമാഹ. അവിടെ എല്ലാവരാലും സേവിക്കപ്പെട്ടുകൊണ്ട്, ഗായകന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടും സ്ത്രീകളാൽ ക്രീഡിക്കപ്പെട്ടുകൊണ്ടും, ഇടയ്ക്ക് ചൂട് കൂടുമ്പോൾ വെള്ളത്തിലിറങ്ങിയും കയത്തിലിറങ്ങിയും എന്നൊക്കെ വർണ്ണിച്ചു. ഇതെല്ലാം എന്താണെന്നും നമ്മൾ അപ്പോൾ കണ്ടുപോയി. അങ്ങനെ ഈ പുരത്തിലുള്ളതായിട്ടുള്ള 9 ദ്വാരങ്ങൾ എന്തൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് തുറക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പേരുകൾ, അവിടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വിഷയങ്ങളാണ് അനുഭവിക്കാനുള്ളത്, ഏതൊക്കെ പുരങ്ങളാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ ദേശങ്ങളിലേക്കാണ് രാജാവ് ഇറങ്ങുന്നത്, ഇതൊക്കെ എണ്ണി പറഞ്ഞു. മുകളിൽ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് 7 ദ്വാരങ്ങളും പടിഞ്ഞാറ് ഭാഗത്തേക്ക് 2 ദ്വാരങ്ങളും എന്ന് പറഞ്ഞു. ഇവിടെ മുഖത്തുള്ള 7 ദ്വാരങ്ങളാണ് കിഴക്ക് ഭാഗത്തുള്ളതായിട്ടുള്ള ദ്വാരങ്ങൾ. അധോ ഭാഗത്തുള്ള 2 ദ്വാരങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വാരങ്ങളായി. അങ്ങനെ അതാത് ദ്വാരത്തിൻ്റെ കാവൽക്കാരും സേവകന്മാരാക്കിക്കൊണ്ട് ഈ പുരഞ്ജനൻ ഓരോ ദിക്കിൽ പോയി അതാത് വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഭാര്യയുമായിട്ട് വല്ലാതെ താദാത്മ്യം പ്രാപിച്ചു അദ്ദേഹം. എന്നിട്ട് ആ മഹിഷി അഥവാ തൻ്റെ ഭാര്യ എന്തെന്ത് ചെയ്യുന്നുവോ അതിനെയെല്ലാം അനുവർത്തിച്ചു. മഹിഷി യദ്യദീഹേത തത്തദേവ അന്വവർത്തത, അതിനെ തന്നെ അനുവർത്തിക്കുന്നവനായി അനുകരിക്കുന്നവനായി തീർന്നു എന്ന് പറഞ്ഞു. തൻ്റെ പത്നി പാനം ചെയ്യുമ്പോൾ അദ്ദേഹവും മതവിഹ്വലനായി മധുരയെ പാനം ചെയ്യുന്നു. പത്നി ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷിക്കുന്നു. അതുപോലെ പത്നി ഗാനം ചെയ്യുമ്പോൾ അദ്ദേഹവും ഗാനം ചെയ്യുന്നു. പത്നി കരയുമ്പോൾ അദ്ദേഹവും കരയുന്നു. അവൾ ചലിക്കുമ്പോൾ അദ്ദേഹം ചലിക്കുന്നു. അവൾ ജൽപ്പിക്കുമ്പോൾ അദ്ദേഹവും ജൽപ്പിക്കുന്നു. അവൾ ഓടുമ്പോൾ അവനും ഓടുന്നു. അവൾ നിൽക്കുമ്പോൾ അവൻ നിൽക്കുന്നു. അവൾ ശയിക്കുമ്പോൾ അവനും ശയിക്കുന്നു. അവൾ ഇരിക്കുമ്പോൾ അവനും ഇരിക്കുന്നു. അവൾ കേൾക്കുമ്പോൾ അവൻ കേൾക്കുന്നു. അവൾ കാണുമ്പോൾ അവൻ കാണുന്നു.
അവൾ മണക്കുമ്പോൾ അവൻ മണക്കുന്നു, അവൾ സ്പർശിക്കുമ്പോൾ അവൻ സ്പർശിക്കുന്നു, അവൾ ശോചിക്കുമ്പോൾ അവനും ശോചിക്കുന്നു ദീനനെ പോലെ, അവൾ ഹർഷിക്കുമ്പോൾ അവനും ഹർഷിക്കുന്നു, അവൾ മോദിക്കുമ്പോൾ അവനും മോദിക്കുന്നു. ഇങ്ങനെ സർവപ്രകൃതി വഞ്ചിത മഹിഷ്യ ഏവം വിപ്രലബ്ധ, തൻ്റെ പത്നിയാൽ വഞ്ചിക്കപ്പെട്ടവനായി ന ഇച്ഛൻ അനുകരോതി അജ്ഞഃ ക്ലൈബ്യാത് ക്രീഡാമൃഗോ യഥ, ഇച്ഛയില്ലെങ്കിലും സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രീഡാമൃഗത്തെ പോലെ. അവളുടെ ഒരു കളിക്കാൻ വേണ്ടി വളർത്തുന്ന ഏതെങ്കിലും വളർത്തുമൃഗത്തെ പോലെ അവൻ അടിമയായി തീർന്നു എന്നിങ്ങനെ ആ രാജാവിനെ പരിഹസിച്ചുകൊണ്ട് നാരദൻ ഇവിടെ അവതരിപ്പിച്ചു. ആരാണ് ഈ രാജാവ്? ആരാണ് ഈ പുരഞ്ജനൻ? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ജീവന്മാരാണ് ഇവിടുത്തെ പുരഞ്ജനന്മാർ. ഈ പ്രമദ എന്ന് പറഞ്ഞത് ബുദ്ധി ആണ്. നമ്മുടെ അന്ധക്കരണം തന്നെയാണ് പ്രമദ എന്ന് പറഞ്ഞത്. അതിൽ ബുദ്ധിക്കാണ് പ്രാധാന്യം. ആ ബുദ്ധിയെ തന്നെയാണ് പ്രമദയായി പറഞ്ഞത്. ആ ബുദ്ധിയുമായിട്ട് വീഴ്ചയിലായി, ഒരു അവിഹിത വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ മറന്ന്, തൻ്റെ ശക്തി മറന്ന്, തൻ്റെ മഹത്വം മറന്ന് ഈ ഒരു സ്ത്രീയുമായി അദ്ദേഹം അടിമയെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുമായി താതാത്മ്യം പ്രാപിച്ച് ബുദ്ധി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, അല്ലെങ്കിൽ ബുദ്ധി ഇയാളെ കൊണ്ട് താനാണ് ചെയ്യിക്കുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാക്കി. ബുദ്ധി കരണങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുമായി ബുദ്ധി താതാത്മ്യം പ്രാപിക്കും. ആ ബുദ്ധിയുടെ താതാത്മ്യം ജീവനും ഏറ്റെടുക്കും. ഇങ്ങനെ എന്താ പറയുക, ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിനകത്ത് ധാന്യങ്ങളിട്ട് പാത്രത്തിൻ്റെ പുറത്ത് തീ കൂട്ടിയാൽ പാത്രം ചൂടാവും. പാത്രം ചൂടായാൽ അകത്തെ വെള്ളം ചൂടാവും. വെള്ളം ചൂടായാൽ അതിനകത്തുള്ള ധാന്യം ചൂടാവും. ധാന്യം ചൂടായാൽ ധാന്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറും. അല്ലേ? നല്ല ഹാർഡായിരുന്ന ധാന്യം അത് വെള്ളത്തിൽ വെന്ത് 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 ചിലപ്പോൾ അലിഞ്ഞില്ലാതെയാവും. കുഴഞ്ഞ് വളരെ മൃദുവായി മാറും. അപ്പം അതിൻ്റെ ആ ഹാർഡ്നെസ് കളഞ്ഞ് അത് വളരെ സോഫ്റ്റായി അല്ലെങ്കിൽ വളരെ വെള്ളം പോലെ ആയിത്തീരാനും സാധ്യതയുണ്ട്. ചൂടാവുന്നത് പുറത്താണ്, പാത്രത്തിലാണ് ചൂടാവുന്നത്. പക്ഷെ പാത്രവുമായിട്ടുള്ള ചേർച്ച കൊണ്ട് പാത്രത്തിനകത്തെ വെള്ളം ചൂടാകുന്നു. വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് ഉള്ളിലുള്ള ധാന്യം ചൂടാകുന്നു. ഇതുപോലെ ആയിത്തീരുന്നു എന്ന് പറയാം. താൻ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട്, അവിഹിതമായ ബന്ധം ഉറപ്പിച്ചതുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു. ഇനിയും ഇപ്പോൾ ഈ 1-ാം അധ്യായത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ ജാഗ്രത് സുഷുപ്തി അവസ്ഥകളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ജാഗ്രത അവസ്ഥയിൽ ജീവൻ ചെയ്യുന്നതിനെയാണ് ഈ താതാത്മ്യമായിട്ട് പറഞ്ഞത്. ബുദ്ധി എന്തെല്ലാം താതാത്മ്യം പ്രാപിക്കുന്നുവോ അതെല്ലാം പുരഞ്ജനൻ ജീവൻ തൻ്റേതായി കരുതുന്നു. അതിനെയാണ് മഹിഷി യദ്യദീഹേത തത്തദേവ അന്വവർത്തത എന്ന് പറഞ്ഞത്. മഹിഷി ചെയ്യുന്നതെല്ലാം അനുവർത്തിച്ചു എന്ന്, താതാത്മ്യം കൊണ്ട് താനാണ് ചെയ്യുന്നത് എന്ന് അഭിമാനിച്ചു എന്നർത്ഥമാണ്. ശരീരം ഉറങ്ങുമ്പോൾ ജീവൻ വിചാരിക്കുന്നു ഞാൻ ഉറങ്ങുന്നു എന്ന്. ശരീരം ഉണ്ണുമ്പോൾ ഞാനാണ് ഉണ്ണുന്നത് എന്ന് വിചാരിക്കുന്നു. ശരീരം നടക്കുമ്പോൾ ഞാൻ നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. അല്ലേ? ശരീരം ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇരിക്കുന്നത് ശരീരമാണ്. ശരീരത്തിൻ്റെ ധർമ്മമാണത്. ഇവിടെ ആത്മസ്വരൂപനായിട്ടുള്ള ഞാൻ ഇരിക്കുന്നില്ല, കിടക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഉണ്ണുന്നില്ല. ആത്മാവിന് ഊണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഊണിൻ്റെ ആവശ്യം ശരീരത്തിനാണ്. ആത്മാവിന് വിശപ്പില്ല, ദാഹവുമില്ല. വിശപ്പും ദാഹവുമൊക്കെ ശരീരത്തിൻ്റേതാണ്. പ്രാണനാണ് വിശപ്പും ദാഹവുമൊക്കെ ഉള്ളത്. പ്രാണൻ എന്നുള്ളത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്.
എന്ത് പ്രവർത്തിക്കാനും ശക്തി വേണം. ആ ശക്തിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് ആത്മാവല്ല ചെയ്യുന്നത്. ആത്മാവിന് വിശപ്പില്ല, ആത്മാവിന് ദാഹമില്ല, ആത്മാവിന് ഉറക്കമില്ല, ആത്മാവിന് രോഗമില്ല, ആത്മാവിന് ക്ഷീണമില്ല. ആത്മാ നിത്യമുക്ത, നിത്യബുദ്ധ, നിത്യതൃപ്ത, നിത്യശുദ്ധ. അതിലേക്ക് ഇതൊന്നും ശരീരത്തിന്റെ ധർമ്മങ്ങളൊന്നും വാസ്തവത്തിൽ സ്പർശിച്ചിട്ടില്ല. പക്ഷെ സ്പർശിച്ചതുപോലെ തോന്നുന്നു. എങ്ങനെയാണോ ഒരു സ്ഫടികത്തിന്റെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിന്റെ നിറം സ്ഫടികം ആഗിരണം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നത്. ഒരു സ്ഫടികത്തിന്റെ അടുത്തൊരു ചെമ്പരത്തിപ്പൂ വെച്ചാൽ ചെമ്പരത്തിപ്പൂവിന്റെ നിറമായിട്ട് സ്ഫടികം തോന്നും. വാസ്തവത്തിൽ സ്ഫടികത്തിന്റെ നിറം മാറിയിട്ടൊന്നുമില്ല. ആ സ്ഫടികത്തെ അവിടെ നിന്ന് എടുത്തിട്ട് വേറൊരു നീല പുഷ്പത്തിന്റെ അടുത്ത് വെച്ചാൽ അത് സ്ഫടികം നീലയായിട്ട് കാണുന്നു. മഞ്ഞ പുഷ്പത്തിന്റെ അടുത്ത് വെച്ചാൽ മഞ്ഞയായിട്ട് കാണുന്നു, അല്ലേ? കറുപ്പിന്റെ അടുത്ത് വെച്ചാൽ കറുപ്പ്, വെള്ളയുടെ അടുത്ത് വെച്ചാൽ വെള്ള. അപ്പോൾ എന്തുകൊണ്ടത് അങ്ങനെ മാറാൻ കഴിയുന്നു? അതിലൊന്നും ഒട്ടിയിട്ടില്ലാത്തത് കൊണ്ട്. ഏതെങ്കിലും ഒരു നിറമുള്ളതാണ് സ്ഫടികം എങ്കിൽ അതിന് മറ്റൊരു നിറം സ്വീകരിക്കാൻ സാധ്യമല്ല. നീല പുഷ്പത്തിന് ചുവപ്പായിട്ട് കാണാൻ പറ്റില്ല, ചുവപ്പ് പുഷ്പത്തിന് നീലയായിട്ടും കാണാൻ പറ്റില്ല. കാരണം അതിൽ ഓൾറെഡി അതിൻ്റേതായിട്ടുള്ളൊരു വർണ്ണം ഉറച്ചു പോയിട്ടുണ്ട്. ഇവിടെ വർണ്ണമില്ലാത്തത് കൊണ്ടാണ് സ്ഫടികത്തിന് അത് ഏത് പ്രതലത്തിൽ ഇരിക്കുന്നുവോ അതിൻ്റെ വർണ്ണത്തെ പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ ജീവൻ നമ്മുടെ ഈ കരണങ്ങളുമായി, ശരീരവുമായി, അന്ധക്കരണവുമായി ഒക്കെ താദാത്മ്യം പ്രാപിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ധർമ്മം എൻ്റെ ധർമ്മമാണ് എന്ന് ധരിക്കുകയാണ്. ഈ ആത്മാവിനതിൽ ഏതെങ്കിലും ഒരു ധർമ്മം പെർമനന്റ് ആണെങ്കിൽ മാറാൻ പറ്റില്ല. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ചുവന്ന പൂവിന് നീലയാവാൻ പറ്റില്ല, നീലപ്പൂവിന് ചുവപ്പാവാനും പറ്റില്ല, മഞ്ഞപ്പൂവിന് നീലയാവാൻ പറ്റില്ല, പച്ചയാവാൻ പറ്റില്ല. അതുപോലെ ഈ ആത്മാവിന് എന്തെങ്കിലും ഒരു പ്രത്യേക ധർമ്മമുണ്ടെങ്കിൽ അതിന് വ്യഭിചരിക്കാനാവില്ല. പിന്നെ മറ്റൊരു ധർമ്മം അതിൽ കാണുകയില്ല. അപ്പോൾ അത് ഈ വ്യത്യാസങ്ങളൊക്കെ തന്നെ അതാത് കരണങ്ങളുടേതാണ്. വിഷയങ്ങളെ കേൾക്കുന്നത്, ശബ്ദങ്ങളെ കേൾക്കുന്നത് ശ്രവണേന്ദ്രിയത്തിന്റെ ധർമ്മമാണ്. മറ്റിന്ദ്രിയങ്ങൾക്കൊന്നും കേൾവി ശക്തിയില്ല. ശ്രവണേന്ദ്രിയത്തിലൂടെ കാണാനും പറ്റില്ല, മണക്കാനും പറ്റില്ല, രുചിക്കാനും പറ്റില്ല. ചക്ഷുരേന്ദ്രിയത്തിന് കേൾക്കാനും പറ്റില്ല, രുചിക്കാനും പറ്റില്ല, മണക്കാനും പറ്റില്ല. ചക്ഷുരേന്ദ്രിയം കൊണ്ട് കാണാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം അതിന്റെ ധർമ്മം അതാണ്. ചക്ഷുരേന്ദ്രിയം എന്ന് പറഞ്ഞാൽ കാണാനുള്ളതാണ്, കേൾക്കാനുള്ളതല്ല, രുചിക്കാനുള്ളതല്ല, സാധ്യമല്ല. അപ്പോൾ ഒരു വസ്തുവിന്, ഒരു ദ്രവ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്. അതിന് മറ്റൊരു ധർമ്മം അതിൽ അധ്യസിക്കാൻ സാധ്യമല്ല. ഇവിടെ അധ്യസിക്കാൻ സാധിക്കുന്നത് ഏതിലാണ്? ഒരു ധർമ്മവും ഇല്ലാത്ത വസ്തുവിലെ മറ്റൊന്നിനെ അധ്യസിക്കാൻ സാധിക്കുള്ളൂ. സ്ഫടികം ഉദാഹരണം. സ്ഫടികത്തിൽ നിറമില്ലാത്തത് കൊണ്ട് മറ്റ് വസ്തുക്കളുടെ നിറങ്ങളെ അതിൽ അധ്യസിക്കാൻ കഴിയുന്നത് പോലെ ആത്മാ ശുദ്ധമായതുകൊണ്ടാണ്, അതിന് പ്രത്യേകമായിട്ട് ഈ ഗുണങ്ങളോ ധർമ്മങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റ് വസ്തുക്കളുടെ അല്ലെങ്കിൽ മറ്റ് കരണങ്ങളുടെയും ശരീരത്തിൻ്റെയും ഒക്കെ ധർമ്മങ്ങളെ അതിൽ ആരോപിക്കാൻ സാധിക്കുന്നത്. അതൊന്ന് നല്ലോണം ചിന്തിച്ച് ഉറപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോപിക്കപ്പെട്ടതൊന്നും ഞാനല്ല, ആരോപിക്കപ്പെട്ടതൊന്നും എൻ്റെ ധർമ്മങ്ങളല്ല, അത് ഇന്നവരുടെ ധർമ്മങ്ങളാണ്. ഞാനെന്തിന് വെറുതെ ചുമക്കണം? അല്ലേ? ആരുടെയെങ്കിലും വിഴുപ്പ് ഞാനെന്തിന് ചുമക്കണം? അവരവരുടെ വിഴുപ്പ് അവരവർ ചുമന്നാൽ മതി എന്നിങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു പഠിക്കണം. കണ്ണിൻ്റെ ധർമ്മമാണ് കാണൽ, അതിന് മറ്റൊരു ധർമ്മമില്ല. കാതിൻ്റെ ധർമ്മമാണ് കേൾക്കൽ, അതിന് മറ്റൊരു ധർമ്മമില്ല. ഘ്രാണേന്ദ്രിയത്തിൻ്റെ ധർമ്മമാണ് മണക്കൽ, അതുകൊണ്ട് വേറൊരു പ്രയോജനമില്ല.
നാവിൻ്റെ ധർമ്മമാണ് രുചിക്കൽ. നാവിനെ കൊണ്ട് കാണാനോ കേൾക്കാനോ മണക്കാനോ സാധ്യമല്ല. ഇങ്ങനെ അവരവരുടെ എന്താ പറയുക, കയ്യിലിരിപ്പ് കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറയാറാവണം. ആരെങ്കിലും ചെയ്ത കുറ്റം നമ്മൾ ഏറ്റെടുക്കാറുണ്ടോ? നമ്മൾ വേഗം ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യുക? അതല്ലേ ബുദ്ധി. ആരെങ്കിലും ചെയ്ത തെറ്റുകൾ നമ്മുടെ മേലെ ആരെങ്കിലും ആരോപിച്ചാൽ നമ്മൾ ഉടനെ കൈയൊഴിയും. അയ്യോ ഞാനല്ല, അയ്യോ ഞാനല്ല, അത് ഇന്നവനാ ചെയ്തത്, രാമനാ ചെയ്തത്, കൃഷ്ണനാ ചെയ്തത്, ഞാനേ അല്ല. നമ്മുടെ കൂട്ടുകാരുടെ പേര് പറഞ്ഞ് അവരാണ് ചെയ്തത് എന്ന് പറയും. ഇത് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അതാത് കരണങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞാനല്ല ചെയ്യുന്നത്, ആത്മാവായിട്ടുള്ള ഞാനല്ല, എനിക്ക് ഈ കർമ്മങ്ങളൊന്നും ഇല്ല, ഞാൻ അതിൽ നിന്നൊക്കെ സ്വതന്ത്രനാണ്. എൻ്റെ വിചാരരാഹിത്യം കൊണ്ട്, അവിവേകം കൊണ്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ചതാണ്. എൻ്റെ ബുദ്ധിയാണ് എന്നെ ഈ താതാത്മ്യത്തിലേക്ക് നയിച്ചത്. ഇവിടെ പുരഞ്ജനന്റെ ഭാര്യ എങ്ങനെയാണോ ഈ കരണങ്ങളുമായിട്ട് താതാത്മ്യത്തിലേക്ക് നയിച്ചത്, അതുപോലെ ഇവിടെ എൻ്റെ ബുദ്ധിയാണ് എന്നെ ഈ ഒരു സംസ്കാരം ഉണ്ടാക്കിയത്. എൻ്റെ ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയായിരുന്നുവെങ്കിൽ, നല്ല ബുദ്ധിയായിരുന്നെങ്കിൽ, അതിൽ വേണ്ട വിവേകമുണ്ടായിരുന്നെങ്കിൽ, കാര്യങ്ങളെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ബുദ്ധി ആയിരുന്നെങ്കിൽ എനിക്ക് അബദ്ധം പറ്റില്ലായിരുന്നു. അപ്പൊ എനിക്ക് ബുദ്ധിയിൽ അബദ്ധം പറ്റിയതാണ്. വിചാരം ചെയ്യാത്തത് കൊണ്ട് വന്നു ചേർന്നതാണ്, അവിചാരിതമായി വന്നതാണ് ഈ അവിവേകങ്ങളൊക്കെ, ഈ താതാത്മ്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ ഇവിടുന്ന് അനലൈസ് ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ കഥ തുടരുന്നു നമുക്ക്. അപ്പോൾ ജാഗ്രത ആണ് ഇവിടെ പ്രധാനമായിട്ട് ഇതുവരെ വർണ്ണിച്ചത്. സുഷുപ്തിയെ ആ ഹ്രദത്തിൽ പോയി മുങ്ങിക്കുളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ചൂട് കൂടുമ്പോൾ, ശുചി ഉണ്ടാകുമ്പോൾ ഹ്രദത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു. അതവിടെ സംസാര താപം തന്നെയാണ് ചൂട്. ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ക്ഷീണം ഒക്കെ ചൂടാണ്. ആ ചൂട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ഉറങ്ങാൻ ശ്രമിക്കുന്നു, ഉറക്കത്തിലേക്ക് പോകുന്നു. ക്ഷീണം കൂടുമ്പോൾ വിശ്രമിക്കുന്നു. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഉറക്കമാകുന്ന ഹ്രദത്തിലേക്ക്, ഒരു കയത്തിലേക്ക് മുങ്ങുന്നു, ഒന്നും അറിയാതെ. അല്ലെ, ഒരു കയത്തിൽ മുങ്ങിയാൽ മൊത്തം എവിടെ നോക്കിയാലും വെള്ളം കൊണ്ട് നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ ഉറക്കത്തിൽ ഇരുട്ടുകൊണ്ട് നമ്മൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കണം, അവിദ്യ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കണം. ഇതാണ് വിചാരം ചെയ്ത്. അപ്പോൾ ജാഗ്രത, സുഷുപ്തി, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി സ്വപ്നം എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ 26-ാം അധ്യായം വർണ്ണിച്ചിരിക്കുന്നത്. വളരെ ചമൽക്കാരപൂർണമായിട്ടുള്ള വർണ്ണനയാണ്. വിസ്തരിച്ചാണ് നാരദൻ കഥ പറയുന്നത്. എന്തായാലും നാരദ മഹർഷി പ്രാചീന ബർഹിസിനെ ഈ കഥ കൊണ്ട് ആകർഷിച്ച്, ഭ്രമിപ്പിച്ച്, ചിന്തിപ്പിച്ച് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാരദ മഹർഷിക്ക് നല്ല ക്ഷമയാണ്, കഥ പറയാൻ ഒരു മടിയും ഇല്ല. അപ്പം നമുക്കും അതിലേക്ക് നോക്കാം. നാരദ ഉവാച സ ഏകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുഗം ദ്വിഷം ദ്വിചക്രം ഏകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം ഏകരശ്മേകദമനം ഏകനീടം ദ്വികൂബരം പഞ്ചപ്രഹരണം സപ്തവരൂധം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷു ദിഹി ഏകാദശ ചമൂനാദഃ പഞ്ചപ്രസ്ഥം അഗാദ്വനം. സഹ ഏകദാ വനം അഗാദ്.
ഒന്നാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുന്നത് സഹ അവൻ. അവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കഥാനായകൻ. പൂർവ്വ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ പൂർവ്വ അധ്യായത്തിൽ പറഞ്ഞ പുരഞ്ജനൻ തന്നെയാണ് ഇവിടുത്തെ സഹ. അവൻ അഗാത് വനം എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ അവസാനം പറഞ്ഞത്. വനം അഗാത്, വനത്തിലേക്ക് ഗമിച്ചു എന്നാണ്. അപ്പൊ അവൻ ഒരിക്കൽ ഏകദാ വനത്തിലേക്ക് പോയി. എങ്ങനെ പോയി, ഏത് വാഹനത്തിൽ പോയി, എന്തെല്ലാം കയ്യിൽ ധരിച്ചുകൊണ്ട് പോയി, ഏതൊക്കെ രൂപത്തിൽ അവൻ പോയി, അതിന്റെ വിശേഷണങ്ങളാണ് പിന്നെ ഉള്ളതൊക്കെ. ആകെയുള്ള ആശയം അവൻ ഒരു ദിവസം വനത്തിലേക്ക് പോയി. എന്തിനു പോയി എന്നും കൂടിയുണ്ട്. അപ്പോ എങ്ങനെയാണ് പോയത് എന്നുള്ള വിശേഷണമാണ് മഹേശ്വാസ. പിന്നെ സ്വർണവർമ്മ അക്ഷയേഷു ദിഹി ഏകാദശ ചമൂനാഥ. ഇത് മൂന്നും കഥാനായകനെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളാണ്. അകാരാന്ത എന്താ പറയുക, പുല്ലിംഗ ശബ്ദമായിട്ടാണ് ഇവനെ പറഞ്ഞത് സഹ എന്ന്. അപ്പോൾ ആ സഹ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ മഹേശ്വാസ സ്വർണവർമ്മ അക്ഷയേഷു ദിഹി ഏകാദശ ചമൂനാഥ. 3 പുല്ലിംഗ ശബ്ദങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ എങ്ങനെ പോയി എന്നുള്ളത് രഥം ആരുഹ്യ എന്നുണ്ട്. ആരുഹ്യ, ഹൈമോപസ്കരം ആരുഹ്യ. അപ്പൊ രഥം ആരുഹ്യ. കീദൃശം രഥം? ആ രഥത്തിന്റെ വിശേഷണങ്ങളാണ് പഞ്ചാശ്വം, ആശുകം, ദ്വീഷം, ദ്വിചക്രം, ഏകാക്ഷം, ത്രിവേണും, പഞ്ചബന്ധുരം, ഏകരശ്മി, ഏകദമനം, ഏകനീടം, ദ്വികൂപരം, പഞ്ചപ്രഹരണം, സപ്തവരൂതം, പഞ്ചവിക്രമം, ഹൈമോപസ്കരം. ഇത്രയും ആ രഥത്തിന്റെ വിശേഷണങ്ങളാണ്. അപ്പോൾ ഈ പുരഞ്ജനന്റെ വിശേഷണങ്ങളായിട്ട് മഹേശ്വാസ സ്വർണവർമാക്ഷയേഷു ദിഹി ഏകാദശ ചമൂനാഥ എന്നിങ്ങനെ 3. ബാക്കിയുള്ളതൊക്കെ രഥത്തിന്റെ വിശേഷണങ്ങളുമായിട്ട്. പിന്നെ അഗാത് വനം, അത് എങ്ങനെയുള്ള വനം? വനത്തിന്റെ വിശേഷണമാണ് പഞ്ചപ്രസ്ഥം. പഞ്ചപ്രസ്ഥം വനം അഗാത്. പഞ്ചപ്രസ്ഥം എന്ന വനത്തിലേക്ക് ഗമിച്ചു എന്ന്. ആ വനത്തിന്റെ പേര് അല്ലെങ്കിൽ വിശേഷണമാണ് പഞ്ചപ്രസ്ഥം. അപ്പോൾ നമുക്ക് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. ഇദ്ദേഹം എന്തൊക്കെയായിട്ടാണ് പോയത്? മഹേശ്വാസ. മഹേശ്വാസ എന്ന് പറഞ്ഞാൽ മഹാ ഇശ്വാസം ധരിച്ചവൻ. ഇശ്വാസം എന്ന് പറഞ്ഞാൽ ഇഷു എന്ന് പറഞ്ഞാൽ അമ്പാണ്. ഇശ്വാസം എന്ന് പറഞ്ഞാലോ വില്ലാണ്. ഇഷുവിനെ അസിക്കുന്നത് കൊണ്ട് ഇശ്വാസം, വില്ല്. അസിക്കുക എന്ന് പറഞ്ഞാൽ എറിയുക, വിക്ഷേപിക്കുക എന്നൊക്കെ അർത്ഥമാണ്. വില്ലിനെ അല്ല, അമ്പിനെ എറിയുന്നത്, അമ്പിനെ വിക്ഷേപിക്കുന്നത് ആരാണ്? വില്ലാണ്. അതുകൊണ്ട് വില്ലിന് ഇശ്വാസ എന്ന് പേര്. അപ്പൊ ഇവൻ മഹാ ഇശ്വാസ, മഹത്തായ വലിയൊരു വില്ലും ധരിച്ചിട്ടാണ് ഇവൻ പോയത്. എന്തിനാ പോകുന്നത്? അപ്പോൾ വില്ല് എന്തിയിട്ട് നായാട്ടിനാണ് പോകുന്നത് എന്നുള്ളത് പിന്നെയാണ് പറയുന്നത്. ചചാര മൃഗയാം തത്ര എന്ന് 4-ാം ശ്ലോകത്തിലാണ് പറയുന്നത്. തത്ര മൃഗയാം ചചാര, അവിടെ അവൻ മൃഗയാ വിനോദത്തെ ചരിച്ചു, നായാട്ട് ചെയ്തു എന്ന് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനാണ് പോകുന്നത്. അപ്പൊ അതിനെന്ത് വേണം? എക്യുപ്ഡ് ആയിരിക്കണം. നായാട്ടിന് പോകുമ്പോൾ വേണ്ടത് വില്ലാണ്. ആ വലിയ വില്ല് ഏന്തിയവനായിട്ടും പിന്നെ അവൻ എന്താ ചെയ്തത്? സ്വർണവർമ്മ അക്ഷയ ഇഷുദീഹി. സ്വർണവർമ്മ എന്ന് പറഞ്ഞാൽ സ്വർണ കവചം ധരിച്ചവനായിട്ട്. അവൻ എക്യുപ്ഡാണ്. വില്ല് മാത്രം പോരാ, കവചം ധരിച്ചിട്ടുണ്ട്. സ്വർണ കവചം. സ്വർണ കവചം ധരിച്ച് അക്ഷയ ഇഷുദിഹി. ഇഷുദി എന്ന് പറഞ്ഞാൽ ഇഷു വില്ല, അമ്പാണ്. അമ്പുകൾ ധരിച്ചിരിക്കുന്നത് ആവനാഴിയാണ്. അതുകൊണ്ട് ഇഷുദിഹി എന്ന് പറയുന്നത് ആവനാഴിയാണ്. അത് അക്ഷയം എന്ന് പറഞ്ഞാലോ ക്ഷയിക്കാത്ത ആവനാഴി, അമ്പൊടുങ്ങാത്ത ആവനാഴി. അതാണ് അവന്റെ കയ്യിൽ ഉള്ളത്. അപ്പോൾ സ്വർണ കവചവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വലിയ വില്ലും ധരിച്ചുകൊണ്ട് കഥാനായകൻ പുരഞ്ജനൻ വനത്തിലേക്ക് പോയി. എന്തിന്? നായാട്ടിന് എന്നുള്ളതാണ്. അപ്പോൾ അയാൾ കയറിയ രഥത്തെയാണ് പിന്നെ വർണ്ണിക്കുന്നത്. എങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള രഥം? പഞ്ചാശ്വം, 5 കുതിരകളോട് കൂടിയതും. പഞ്ചാശ്വം 5 കുതിരകളോട് കൂടിയത്. ആശുഗം, ആശുഗമിക്കുന്നത്, ആശുഗം വേഗം പോകുന്നതാണ്, വളരെ വേഗത്തിൽ പോകുന്നതായിട്ടുള്ള രഥമാണ്.
രഥത്തിൽ യാതൊരു കേടുപാടുകളും ഇല്ല. വളരെ എന്താ പറയുക, സ്മൂത്തായിട്ട് അതിൻ്റെ ചക്രങ്ങളൊക്കെ കറങ്ങും. എവിടെയും ഘർഷണങ്ങളൊന്നും ഉണ്ടാവാതെ അല്ലേ പോകുന്ന സിസ്റ്റമാണ് അതിലുള്ളത് എന്ന് പറയാം. നല്ല ഗിയർ സിസ്റ്റമൊക്കെ ഉള്ളതുപോലെയുള്ള വാഹനം പോലെ സ്മൂത്തായിട്ട് പോകും. അതാണ് ആശുഗം. അതുപോലെ ദീഷം, ദി എന്നുള്ളത് രണ്ടിനെ സൂചിപ്പിക്കുന്നു. ഈഷം എന്നുള്ളത് അതിലെ ദണ്ടുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ അച്ചുതണ്ടിനെ വേണമെങ്കിൽ പറയാം, രണ്ട് അച്ചുതണ്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ രണ്ട് ദണ്ഡികകളുള്ളത് ദീഷം. അപ്പോൾ ഡബിൾ ആക്സിലാണ് വണ്ടി. നമ്മുടെ വണ്ടികളിൽ പലതും പല മൾട്ടിപ്പിൾ ആക്സിൽസ് ഉള്ളതുണ്ട് അല്ലേ. നമ്മുടെ വലിയ വലിയ ട്രെയിലർ ലോറികളിലൊക്കെ എത്രയാണ് ചക്രങ്ങൾ, 16 ചക്രം, 20 ചക്രം, 30 ചക്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ അത്രയും ആക്സിൽസ് ഉണ്ട്. ആക്സിലിലേക്കാണ് ചക്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 റോ ചക്രങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ദ്വിഈഷ. അപ്പോൾ 4 ചക്രമുള്ളതായിരിക്കണം. ഇപ്പോൾ എത്ര ചക്രം എന്ന് പറയുന്നത്, ഇവിടെ ദ്വിചക്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2 ചക്രം. ഇപ്പോൾ 2 ചക്രങ്ങളും ദ്വിഈഷവും, 2 ദണ്ടുകളുള്ളതും. ഏകാക്ഷം, ഒരു അക്ഷം. അക്ഷം എന്ന് പറഞ്ഞാലും അച്ചുതണ്ട് തന്നെയാണ്. അപ്പം മറ്റേ ദണ്ട് മറ്റേതെങ്കിലും ദണ്ടുകളായിരിക്കും. ദ്വിഈഷം, 2 ദണ്ഡികകളും 2 ചക്രങ്ങളും ഒരു അക്ഷത്തോടു കൂടിയതും. ത്രിവേണു, 3 വേണുക്കളോട് കൂടിയത്. ഇവിടെ വേണു എന്നുള്ളത് 3 ധ്വജങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. 3 കൊടിക്കൂറകൾ, 3 കൊടി ഉള്ളതിനെയാണ് ഇവിടെ വേണു. വേണു എന്നുള്ളത് മുളകളാണ്, മുളം തണ്ടുകൾ. ഇപ്പോൾ പഞ്ചബന്ധുരം, 5 കെട്ടുകൾ ഉള്ളതും. ഏകരശ്മി, ഒരു രശ്മി. രശ്മി എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണാണ്. ഇവിടെ ഏകരശ്മി, ഒരു കടിഞ്ഞാണോട് കൂടിയതും. ഏകദമനം, ഒരു നിയന്താവിനോട് കൂടിയത്. ദമിക്കുന്നവൻ സാരഥി, ഒരു നിയന്താവിനോട് കൂടിയവനും. ഏകനീടം, അതിലെ തേരിലെ ഒരു കൂട്, ആൾക്കിരിക്കാനുള്ളതായിട്ടുള്ള നീടം, കൂട്. അപ്പോൾ ഏകനീടം. പിന്നെ ദ്വികൂപരം. ദ്വികൂപരം എന്ന് പറഞ്ഞാൽ നുകക്കഴിയിടാനുള്ള ദ്വാരങ്ങളെയാണ് കൂപരങ്ങൾ എന്ന് പറയുക. അത് 2 ഉള്ളൂ, 2 കൂപരങ്ങളോട് കൂടിയതും. പഞ്ചപ്രഹരണം, 5 ആയുധങ്ങളുള്ളതും. 5 പ്രകാരത്തിൽ ആയുധങ്ങൾ പ്രഹരിക്കാനുള്ള സൗകര്യങ്ങളുള്ളതും. സപ്തവരൂതം, 7 ആവരണങ്ങളുള്ളതും. പഞ്ചവിക്രമം, 5 ഗതിവിശേഷങ്ങൾ, 5 തരത്തിൽ വിക്രമം ഉള്ളതും. ഹൈമോപസ്കരം, സ്വർണ്ണനിർമ്മിതമായ ഉപകരണങ്ങളൊക്കെ അതിലുണ്ട്. കോപ്പുകളൊക്കെ സ്വർണ്ണനിർമ്മിതമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള രഥം ആരുഹ്യ, ആ രഥത്തിൽ കയറിയിട്ട്. പിന്നെ അദ്ദേഹം ഏകാദശ ചമൂനാഥ എന്നും പറഞ്ഞു. ഏകാദശ ചമൂനാഥനാണ് അദ്ദേഹം. ചമൂ എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. ഏകാദശ ചമൂനാഥ, 11 സൈന്യങ്ങളുടെ നാഥനായിട്ട് വനത്തിലേക്ക് പോയി. വനത്തിൻ്റെ പേരാണ് പഞ്ചപ്രസ്ഥം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. കാരണം ഒരു സാധാരണ രഥമായിട്ട് തോന്നുന്നില്ല. സാധാരണ രഥത്തിൽ ഘടിക്കാത്ത രീതിയിലാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇത് ഏത് രഥമാണ് എന്ന് കേൾക്കുന്നവരെ ചിന്തിക്കണം. പ്രാചീന ബർഹിസിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ. ഇപ്പോൾ 5 കുതിരകളുണ്ടെങ്കിൽ 5 നുകക്കഴികളിടുന്ന ദ്വാരങ്ങൾ വേണം. 5 കുതിരയുണ്ട്, 2 ദ്വാരങ്ങളേ ഉള്ളൂ നുകക്കഴിയിടാനായിട്ട് എന്ന് പറയുന്നുണ്ട്. ഒരു കടിഞ്ഞാണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 5 കുതിരകളെ എങ്ങനെ ഒരു കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിക്കുക? ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളൊരു സാധാരണ രഥമായിട്ടിതിനെ, ഒരു രഥത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എണ്ണത്തിലാണ് വ്യത്യാസം. ഫിറ്റാവുന്നില്ല. അഡീഷണലായിട്ട് അല്ലേ മുഴച്ചു നിൽക്കണു പലതും. അങ്ങനെ മുഴപ്പിച്ചിരിക്കുകയാണ് ആര്? നാരദ മഹർഷി. മുഴപ്പിച്ചത് ഇതിനെ നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി ഫിറ്റാക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു സാധാരണ രഥമല്ല, ഇതൊരു അത്ഭുതമായിട്ടുള്ളൊരു രഥമാണ്. ഏതാണ് ഈ അത്ഭുതമായിട്ടുള്ള രഥം എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ആ രഥം വാസ്തവത്തിൽ നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് ഇവിടുത്തെ രഥം. ഈ അത്ഭുത രഥം
ഇവിടെ ഇപ്പോൾ മൃഗയാ വിനോദത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ മൃഗയാ വിനോദം നായാട്ട് എന്നുള്ളത് വിഷയങ്ങളെ അന്വേഷിച്ച് പോക്കാണ്. മൃഗയാ എന്ന് പറഞ്ഞാൽ തന്നെ മാർഗണം ചെയ്യുന്നത് എന്നാണ്. തെരഞ്ഞു പോവുകയാണ്. എന്തിനെയാ തെരഞ്ഞു പോകണം? മൃഗങ്ങളെ തെരഞ്ഞു പോകുന്നു. വന്യമൃഗങ്ങളെ തെരഞ്ഞു പോകുന്ന വിനോദത്തിനാണ് മൃഗയാ വിനോദം എന്ന് പറയുന്നത്. തെരയലാണ് മൃഗയാ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൃഗങ്ങൾക്കും മൃഗം എന്ന് പേര് വരാൻ കാരണം അവരും തെരയുന്നവരായതുകൊണ്ടാണ്. മൃഗ എന്നുള്ളതായിട്ടുള്ള ശബ്ദം മാർഗണം ചെയ്യുക. മൃഗയതി എന്ന് ക്രിയാരൂപം. മൃഗയതി എന്ന് പറഞ്ഞാൽ എന്താണ്? തെരയുന്നു. തെരയുന്നത് എന്തിനെയാണ്? മൃഗങ്ങൾ തെരയുന്നത് അവരുടെ ഇര തെരയുന്നു. ഒന്നാമതായിട്ട് എല്ലാവർക്കും വേണ്ടത് ഇരയാണ്. രണ്ടാമത് അവർക്ക് സുരക്ഷിതത്വം തെരയുന്നു. മൂന്നാമത് ഇണകളെ തെരയുന്നു. ഇങ്ങനെ ഭക്ഷണവും വെള്ളവും സുരക്ഷിതത്വത്തിന് സമൂഹ ജീവിതവും അല്ലെ, എല്ലാ മൃഗങ്ങളും അതിൻ്റെ കൂട്ടുകാരെ തെരയും. ഒരേപോലെയുള്ളതായിട്ടുള്ള ആ സമൂഹത്തോടു കൂടി ചേർന്നിരിക്കാനാണ് എല്ലാ മൃഗങ്ങൾക്കും ഇഷ്ടം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന മൃഗങ്ങൾ വളരെ ചുരുക്കമാണ്. അതാത് കൂട്ടത്തിലേക്ക് ചേരുന്നു. അപ്പോൾ കൂട്ടം തെരയുകയാണ്. കൂട്ടം തെറ്റിയാൽ വെപ്രാളത്തിലാവും ഓരോ മൃഗങ്ങളും. അതിൻ്റെ കൂട്ടുകാരെ തെരയും, അതിൻ്റെ കുടുംബത്തെ തെരയും, അതിൻ്റെ ബന്ധുക്കളെ തെരയും. അത് മൃഗയതി. അതുപോലെ ഇണയെ തെരയും, അതും മൃഗയതി. അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് മൃഗം എന്ന് പേര്. ആകാശത്ത് നിന്ന് പൊട്ടി വീണ പേരല്ല മൃഗം എന്ന്. തെരയുന്നത് കൊണ്ട് മൃഗം. അതുപോലെയാണ് മൃഗയാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും തെരച്ചിലാണ്. എന്തിനെയാണ് തെരയണമെന്ന് വെച്ചാൽ വന്യമൃഗങ്ങളെ തെരയുന്ന വിനോദമാണ് മൃഗയാ വിനോദം. തെരഞ്ഞു പിടിച്ച് വേട്ടയാടുക. അപ്പോൾ ഇവിടെ വേട്ടയാടാനാണ് പോകുന്നത്. ഇവിടുത്തെ വേട്ടയാടൽ എന്നുള്ളത് സ്വപ്നമാണ്. നമ്മൾ ജീവനെ സംബന്ധിച്ച്, പുരഞ്ജനനെ സംബന്ധിച്ച് സ്വപ്നത്തിലേക്കുള്ളൊരു അടനമാണ് ഇവിടുത്തെ മൃഗയാ അടനം. കാട്ടിലേക്കുള്ളതായിട്ടുള്ള യാത്ര. ഒരു കാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ പോകുന്ന വാഹനമാണ് ഇവിടുത്തെ രഥം. ഏത് വാഹനം കൊണ്ടാണ് പോകുന്നത്? അത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് സ്വപ്നം കാണുന്നത്. നമ്മുടെ അന്ധക്കരണമാണ് സ്വപ്നം കാണുന്നത്. അന്ധക്കരണത്തോടൊപ്പം സൂക്ഷ്മ ശരീരത്തിൽ നമ്മുടെ പ്രാണനുണ്ട്, ഇന്ദ്രിയങ്ങളുമുണ്ട്. പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഈ മൂന്നും ഉണർന്നിരിപ്പുണ്ട് നമ്മൾ സ്വപ്നം കാണുമ്പോൾ. അന്നമയ കോശം മാത്രമേ ഉറങ്ങുന്നുള്ളൂ. സ്ഥൂല ശരീരം മാത്രമേ ഗേറ്റൊക്കെ അടച്ച് ഇരുട്ടാക്കി അത് വിശ്രമിക്കുകയാണ്. സ്ഥൂല ശരീരത്തിന് ഈ സ്വപ്നത്തിൽ യാതൊരു പങ്കും ഇല്ല. സ്ഥൂല ശരീരം മാത്രം തൽക്കാലം വിരമിച്ചിരിക്കുന്നു ഈ ആക്റ്റീവായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന്. സൂക്ഷ്മ ശരീരം കൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിൽ പ്രാണനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ പ്രാണന്റെ ഗതി വ്യത്യാസം വരും. നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്ന സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം ഉറങ്ങുന്ന ആളാണെങ്കിലും സ്വപ്നം കാണുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെ? അദ്ദേഹത്തിന്റെ ശ്വാസം നോക്കിയാൽ. ഉറങ്ങുന്ന ആളാണെങ്കിൽ നല്ല നീട്ടി വലിച്ച് കൂർക്കം വലിച്ചോണ്ട് അല്ലേ ശ്വാസം വിടും. ഒരേ താളത്തിലുള്ള ശ്വാസമായിരിക്കും ഉറങ്ങുന്ന ആളുടെ. സ്വപ്നം കാണുന്ന ആളുടെ ആ പ്രാണന്റെ വേരിയേഷൻ ഉണ്ടാവും. ഹൃദയമെടുപ്പ് കൂടും പ്രാണന്റെ വേരിയേഷൻ കൊണ്ട്. അപ്പോൾ ആകെ എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ആൻഷ്യസ് ആണ്, ഭയപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷമം അദ്ദേഹത്തെ വിമ്മിഷ്ടപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വാച്ച് ചെയ്യണമെങ്കിൽ, ഒരാൾ സ്വപ്നം കാണുന്ന ഒരാളെ നമുക്ക് കണ്ടാൽ, കുട്ടികളെ, നമ്മൾ ചെറിയ കുട്ടികളെ പകലും കിടന്നുകൊണ്ട് ചിരിക്കുന്നതും മുഖം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോടിപ്പോകുന്നതും പല ആക്ഷനുകൾ കാണിക്കുന്നതും ഒക്കെ നമ്മൾക്ക് കാണാം. അപ്പോൾ നമ്മൾ പറയും എന്തോ സ്വപ്നം കാണുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കുട്ടിയുടെ ചിലപ്പോൾ പേടിച്ച് വല്ലാതെ ശ്വാസം വിട്ട് കരയും. ഇതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അത് പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഈ 3 കോശങ്ങളും ഇവിടെ സ്വപ്നത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആക്റ്റീവാണ്.
അന്ധക്കരണം നല്ല പ്രകാശപൂർണമാണ്, തേജോമയമാണ്. അതുകൊണ്ട് തൈജസൻ എന്നാണ് സ്വപ്നം കാണുന്ന ജീവനെ പറയുക. സ്വപ്നം കാണുന്ന ജീവൻ തൈജസനാണ്. മറ്റേ ജാഗ്രത അനുഭവിക്കുന്ന ജീവന്റെ പേര് വിശ്വൻ എന്നാണ്. ഈ ജീവൻ തന്നെ സ്ഥൂല ശരീരത്തെ അഭിമാനിച്ചുകൊണ്ട് ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അവന് വിളിക്കുന്ന പേര് വിശ്വൻ. അവനിപ്പോൾ വിശ്വൻ എന്ന വേഷം കെട്ടിയിരിക്കുകയാണ്. ആര്? ഈ ജീവൻ. 3 റോള് മാറി മാറി അഭിനയിക്കുന്നുണ്ട് നമ്മൾ ദിവസവും. നമ്മൾ ഓരോരുത്തരും നമ്മൾ ജാഗ്രതയിലിരിക്കുമ്പോൾ നമ്മൾ വിശ്വൻ എന്ന റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനോരാജ്യം കാണുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മൾ തൈജസനിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ റോള് മാറുന്നുണ്ട്. ജാഗ്രതയിൽ നിന്ന് ഈ ബാഹ്യലോകത്ത് നിന്ന് നമ്മൾ ഉള്ളിലേക്ക് തിരിയണം. അന്തർമുഖരാണ്. ഉള്ളിലത്തെ ലോകമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഉള്ളിലാണ് പ്രകാശപൂർണമായിരിക്കുന്നത്. പുറത്തുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല. ശകുന്തള ദുഷ്യന്തനെ ചിന്തിച്ച് ഇരുന്നതായിട്ടുള്ള സമയത്ത് ദുർവാസാവ് മഹർഷി വന്നപ്പോൾ കണ്ടില്ല. മുമ്പിൽ വന്ന ദുർവാസാവിനെ കണ്ടില്ല. എന്തുകൊണ്ട്? ജാഗ്രതയിലായിരുന്നില്ല, ഉറങ്ങുകയുമായിരുന്നില്ല. ഉറങ്ങുകയായിരുന്നെങ്കിൽ ദുർവാസാവ് ക്ഷമിച്ചിട്ടുണ്ടാവും, അല്ലേ? പാവം കുട്ടി ഉറങ്ങുകയായിരുന്നു, പോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണു മഹർഷിയുടെ മോളല്ലേ, ഞാൻ ശപിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഉണർന്നിരിപ്പുണ്ട്, കണ്ണു തുറന്നിരിപ്പുണ്ട്, എന്നിട്ടും തന്നെ കണ്ടില്ല, ബഹുമാനിച്ചില്ല. അപ്പൊ എവിടെയായിരുന്നു? അപ്പൊ സൂക്ഷ്മ ശരീരത്തിലായിരുന്നു, ബാഹ്യലോകത്തല്ല. അപ്പൊ സ്വപ്നത്തിലാണ്. അതൊരു സ്വപ്നമാണ്. നമ്മൾ തന്നെ പലരോടും പറയാറുണ്ട്, നീ എന്തായിരുന്നു സ്വപ്നം കാണുന്നത് എന്ന്. പകൽ സമയത്ത് കണ്ണ് തുറന്നിരിക്കുന്ന ആളുകൾ മനസ്സ് ഇവിടെ ഇല്ലാതെ മനസ്സ് ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് കണ്ണ് എവിടേക്കോ തിരിഞ്ഞ് അന്തർമുഖമായിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ സ്വപ്നം കാണുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ സ്വപ്നം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മെജോറിറ്റി സമയവും സ്വപ്നത്തിലേക്കാണ് പോകുന്നത്, ജാഗ്രതയിലല്ല. നമ്മൾ കണ്ണ് തുറന്നിരിപ്പുണ്ടതുകൊണ്ട് ജാഗ്രത ആവുന്നില്ല. കണ്ണ് തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്വപ്നത്തിലാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ 80% സമയവും സ്വപ്നത്തിൽ കളയുന്നുണ്ട്. സുഷുപ്തിയിൽ കളയുന്നവർ കൂടുതലുണ്ട് കേട്ടോ. തമോ ഗുണം കൂടിയവർ സുഷുപ്തിയിൽ കളയുന്നവരാണ് കൂടുതൽ. 8 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ ഗാഠനിദ്രയിലാണെങ്കിൽ അവരുടെ 1/3 ജീവിതം സുഷുപ്തിയിൽ പോകുന്നു. സ്വപ്നമില്ലാത്ത സുഷുപ്തിയാണെങ്കിൽ ഭാഗ്യവാന്മാർ. അപ്പൊ ഇങ്ങനെ സ്വപ്നത്തിനും സുഷുപ്തിക്കുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ജാഗ്രതയിൽ ഉണർന്നിരിക്കുന്ന, വളരെ അലേർട്ടായിരിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങൾ വളരെ ചുരുക്കമാണ്. അത് ചിന്തിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സ്വപ്ന ശരീരം സൂക്ഷ്മ ശരീരമാണ്. അതിൽ അഭിമാനിക്കുന്ന ജീവനെ, പുരഞ്ജനനെ തൈജസൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം സ്വർണ്ണവർണ്ണമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. സ്വർണ്ണ കവചം ധരിച്ച് സ്വർണ്ണാശ്വത്തിൽ കയറിയിട്ട്, സ്വർണ്ണരഥത്തിൽ കയറിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആ ഒരു ഉള്ളിലുള്ള തേജസ്സിനെ, ഉള്ളിലുള്ള തേജോമയമായ അന്ധകരണത്തെ, ജ്വലിക്കുന്നതായിട്ടുള്ള ഭാവത്തെ തൈജസനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പുരഞ്ജനൻ എന്ന ജീവൻ തൻ്റെ സ്വപ്നദേഹമാണ് തേര്. സ്വപ്നത്തിലൊരു ദേഹം എടുക്കും അദ്ദേഹത്തിന്, അല്ലേ? സ്വപ്നത്തിൽ സ്വന്തം ദേഹം ഉണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ രഥം. ഞാൻ ചെയ്യുന്നവൻ എന്നുള്ള കർത്തൃത്വഭാവം, സ്വപ്നത്തിലുള്ള കർത്തൃത്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ വലിയ വില്ല്. ധനുസ് മഹേശ്വാസ. ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു എന്ന് സ്വപ്നത്തിൽ അഭിമാനമുണ്ട്. അത് ധനുസ്. അദ്ദേഹത്തിൻ്റെ 5 കുതിരകൾ എന്ന് പറഞ്ഞത് 5 ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. സ്വപ്നത്തിലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓട്ടകളൊക്കെ അടഞ്ഞു കിടപ്പുണ്ടെങ്കിലും പുറത്തുള്ളതല്ല അവിടെ അനുഭവിക്കുന്നത്, ഉള്ളിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാണ്, ഇന്ദ്രിയ ശക്തികൾ. അത് മുമ്പ് കണ്ടതും കേട്ടതുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അവിടെ ഇന്ദ്രിയം അനുസന്ധാനം ചെയ്യുന്നത്. മുമ്പ് രുചിച്ച രുചികൾ നമ്മൾ അനുഭവിക്കും. മുമ്പ് കണ്ട കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം. മുമ്പ് കേട്ട ശബ്ദങ്ങൾ അവിടെ ധാരാളം കേൾക്കാം. മുമ്പ് മണത്ത ഗന്ധം സ്വപ്നത്തിൽ നമുക്ക് അനുഭവിക്കാം. സ്വപ്നത്തിൽ നമുക്ക് എന്തുണ്ട്? രൂപമുണ്ട്, ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, ഗന്ധമുണ്ട്. പിന്നെന്താണ്?
ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങൾ 5 വിഷയങ്ങളും നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5ഉം അവിടെ പ്രവർത്തനക്ഷമമാണ്. സ്വപ്ന ലോകത്ത് 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമാണ്. ഇവിടെ കുതിരകളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, കുതിരകൾ. അതുപോലെ വേഗത്തിൽ പോകുന്നത് ആശുഗം എന്ന് പറഞ്ഞാൽ കാലം തന്നെയാണ്. സ്വപ്നത്തിലൊരു കാലമുണ്ട്, അത് നമ്മുടെ ജാഗ്രത് കാലത്തിനേക്കാൾ ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് അത് ആശുഗം തന്നെയാണ്, അല്ലേ? നമ്മൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പോൾ വർഷങ്ങളുടെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും. എത്രയോ അനുഭവ പരമ്പരകൾ പെട്ടെന്ന് നമുക്ക് സ്വപ്നത്തിൽ കഴിഞ്ഞു പോകും. നമ്മൾ ഉണർന്ന് നോക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് അധികം സമയം ആയിട്ടില്ല. 10:30 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ കിടന്നു. ഏകദേശം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോധം പോയി, നമ്മൾ ഉറക്കത്തിലേക്ക് വീണു. പക്ഷെ ഉറക്കത്തിലേക്കല്ല പോയത്, നേരെ സ്വപ്നത്തിലേക്കാണ്. ആ സ്വപ്നം ചെറിയൊരു സമയത്ത് വലിയൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആകെ കൂടി ലൈറ്റിട്ട് നോക്കിയതായിട്ട് സമയത്ത് വാച്ച് നോക്കിയപ്പോൾ 10:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. കിടന്നത് 10:30 കഴിഞ്ഞിട്ടാണ്. ഉറങ്ങിയത്, മയക്കത്തിലേക്ക് പോയത് 10:40 കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് എത്രയോ ദിവസങ്ങളുടെ, എത്രയോ വർഷങ്ങളുടെ അനുഭവം അവിടെ വേഗത്തിൽ അനുഭവിച്ചു തീർക്കുന്നു. അതുകൊണ്ട് ഈ രഥം ആശുഗം തന്നെയാണ്. ഈ സ്വപ്ന രഥം ഉണ്ടല്ലോ, സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സൂക്ഷ്മ ശരീരം എന്നുള്ള ആ സ്വപ്ന ശരീരം, അത് ആശുഗം, വളരെ വേഗത്തിൽ ഗമിക്കുന്നത് തന്നെയാണ്. പിന്നെന്താണ്? അപ്പൊ കാലം തന്നെയാണ് ഇവിടുത്തെ വേഗത. ഇനി 2 ദണ്ഡങ്ങൾ എന്നുള്ളത് അഹന്താ മമതകളാണ്. ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്ന ദണ്ഡങ്ങൾ. ഈ കുതിരകളെ കെട്ടാൻ ഉപയോഗിക്കുന്ന തണ്ടുകളായിരിക്കാം ഇവിടുത്തെ ദ്വീഷം എന്ന് പറഞ്ഞത്. ഈ നുകം കെട്ടിയിരിക്കുന്ന ആ നുകത്തിനെ ഫിക്സ് ചെയ്യാൻ രഥത്തിൽ നിന്ന് പോകുന്ന 2 തണ്ടുകൾ ഉണ്ടാവും, അല്ലെ? ആ തണ്ടുകളെയാണ് ഈഷം എന്ന് പറയുന്നത്. ഇത് അഹന്താ മമതകളാകുന്ന തണ്ടുകളാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ രഥത്തെ മുന്നോട്ട് നയിക്കുന്നത് അഹന്താ മമതകളാണ്. അതുപോലെ പുണ്യപാപങ്ങളാണ് 2 ചക്രങ്ങൾ. നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളുടെ ആ സംസ്കാരം തന്നെയാണ് ഈ ചക്രങ്ങളുടെ ഗതി. ഈ ചക്രം കറങ്ങുന്നത് പുണ്യപാപങ്ങളായിട്ടാണ്. ഇനി അച്ചുതണ്ട്, അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു തന്നെ മായ തന്നെയാണ് ഇവിടുത്തെ അച്ചുതണ്ട് എന്ന് പറയാം. ഇനി 3 ഗുണങ്ങൾ, സത്വാദി 3 ഗുണങ്ങളാണ് 3 കൊടിക്കൂറകൾ. ഒരു വെള്ളക്കൊടിയുണ്ട്, ചുവപ്പ് കൊടിയുണ്ട്, കറുപ്പ് കൊടിയുണ്ട്. 3 കൊടി ഉയർത്തിയിട്ടുണ്ട്. ഈ 3 വർണ്ണങ്ങൾ സത്വം, രജസ്, തമസ് എന്നുള്ളതായിട്ടുള്ള 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 3 ധ്വജങ്ങൾ. ഇനി 5 ബന്ധനങ്ങൾ എന്ന് പറഞ്ഞു. 5 ഭാഗത്ത് 5 സന്ധികൾ അല്ലെങ്കിൽ ബന്ധനങ്ങളുണ്ട് ഈ രഥത്തിൽ എന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണനാണ് ഇതിലെ ബന്ധിക്കാൻ ഉള്ളതായിട്ടുള്ള, ഈ ശരീരത്തെ നിലനിർത്തുന്നത് പ്രാണനാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ മുതലായിട്ടുള്ള 5 പ്രാണന്മാരാണ് ഇതിൻ്റെ ബന്ധനങ്ങൾ. ഒരു രശ്മി എന്ന് പറഞ്ഞു, കടിഞ്ഞാൺ, ഒറ്റ കടിഞ്ഞാണ്, അത് മനസ്സാണ്. മനസ്സാകുന്ന കടിഞ്ഞാൺ. അപ്പോൾ മനസ്സാകുന്ന ഏക കടിഞ്ഞാണും. ഇനി സൂതൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ഇവിടുത്തെ സൂതൻ എന്താ പറയുക, ഈ ജീവനെ മൃഗയാ വിനോദത്തിന് കൊണ്ടുപോകുന്ന, വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സൂതനാണ്. തൽക്കാലം ഉള്ളതായിട്ടുള്ള ഒരു അസംസ്കൃതമായിട്ടുള്ള ബുദ്ധി, അതിനെയാണ് ഇവിടുത്തെ സൂതൻ എന്ന് പറയുന്നത്. അതുപോലെ നീടം എന്നൊക്കെ പറഞ്ഞത് ഹൃദയമാണ്. ഈ ജീവൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, അതിനെയാണ് ഇവിടെ നീടം എന്നൊക്കെ പറഞ്ഞത്. ഇനി നുകമുറപ്പിക്കാനുള്ള 2 കഴികൾ സ്ഥാപിക്കാനുള്ള സ്ഥാനങ്ങൾ ശോകമോഹങ്ങൾ ആണ് ഇവിടുത്തെ നുകം ഉറപ്പിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങൾ. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാണ് ആയുധങ്ങൾ, 5 ആയുധങ്ങൾ. പഞ്ചവിക്രമം, പഞ്ചപ്രഹരണം എന്ന് പറഞ്ഞില്ലേ,
ദ്വികൂപരം കഴിഞ്ഞ് പഞ്ചപ്രഹരണങ്ങൾ ഈ 5 തന്മാത്രകളാണ്. അത് കഴിഞ്ഞ് സപ്തവരൂതം 7 ആവരണങ്ങൾ എന്ന് പറഞ്ഞു. സപ്തധാതുക്കൾ തന്നെയാണ് ആവരണങ്ങൾ. ഇവിടെ സൂക്ഷ്മമായിട്ടുള്ള സപ്തധാതുക്കൾ കൊണ്ടാണ് ഈ സൂക്ഷ്മ ശരീരം നിലനിർത്തപ്പെടുന്നത്. അപ്പൊ സപ്തധാതുക്കളെ ഇവിടെ വരൂതങ്ങളായി, വസ്ത്രങ്ങളായി, ആച്ഛാദനങ്ങളായി ഒക്കെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി പഞ്ചവിക്രമം എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾ 5 ആ 5 കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെയാണ് ഇവിടെ വിക്രമം എന്ന് പറഞ്ഞത്. കൈകൊണ്ട് എടുക്കുക, കൊടുക്കുക മുതലായത്, കാലുകൊണ്ട് സഞ്ചരിക്കുക, അതുപോലെ വാക്കുകൊണ്ട് സംസാരിക്കുക, ഉപസ്ഥം പ്രത്യുൽപാദനം, ആനന്ദം, അതുപോലെ പായു വിസർജനം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ 5 പ്രവൃത്തികൾ ചെയ്യുന്നതിനാണ് ഇവിടെ പഞ്ചവിക്രമം എന്ന് പറഞ്ഞത്. അത് നടക്കുന്നുണ്ട് ഇവിടെ ഈ സ്വപ്നത്തിൽ. അപ്പോൾ പഞ്ചവിക്രമങ്ങൾ, അതുപോലെ തന്നെ ഹൈമ ഉപസ്കരം, സ്വർണനിർമ്മിതമായ ഉപസ്കരങ്ങൾ, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ. സ്വർണവർമ്മ, സ്വർണ കവചം. ഇവിടെ രജോ ഗുണം തന്നെയാണ് ഇവിടുത്തെ സ്വർണ കവചമായിട്ട് പറയാവുന്നത്. സ്വർണകവചം, ഹൈമോപസ്കരം, സ്വർണവർമ്മ, അക്ഷയ ഇഷുദിഹി, ഏകാദശ ചമൂനാഥ. അവിടുത്തെ 11 ഇന്ദ്രിയങ്ങളെയാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനെ 11 സൈന്യമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ നാഥനായിട്ടുള്ള ഈ ജീവൻ പഞ്ചപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള വനത്തിലേക്ക് പോയി. അപ്പോൾ എന്താണ് പഞ്ചപ്രസ്ഥം? 5 ഭൂതങ്ങൾ തന്നെയാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളാണ് പഞ്ചപ്രസ്ഥം. 5 വിഷയങ്ങളിലേക്ക് പോകുന്ന ഈ രഥത്തിൽ കയറി ഈ ജീവൻ നായാട്ടിനായിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നലോകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ സ്വപ്നലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജാഗ്രത് ബുദ്ധിയെ കൊണ്ടുപോകാറില്ല. അതാണ് ഇവിടെ ഭാര്യയെ കൊണ്ടുപോകാതെ പോയി എന്ന് ഇനി പറയാൻ പോണ്ട്. ഇവളെ കൂട്ടാതെയാണ് പോയത്. ആരെ? പുരഞ്ജനിയെ കൂട്ടാതെയാണ് പോയത്. അപ്പൊ ജാഗ്രതത്തിലുള്ള അറിവോ ബോധമോ ബുദ്ധിയോ ഒന്നും തന്നെ അവിടെ പ്രവർത്തനക്ഷമമല്ല. അവിവേകം മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ, മോഹം മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ആ അസംസ്കൃതനായിരിക്കുന്ന ഒരു സൂതൻ എന്ന് പറഞ്ഞത് ആ അവിവേകം തന്നെയാണ്. അവിവേകത്താൽ പ്രവർത്തിക്കുന്ന ഒരു രഥമാണ് ഈ രഥം, ഈ നായാട്ടിന് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ചമൽക്കാരപൂർവമായിട്ട് കഥ പറയുകയാണ്, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. എത്ര സൂക്ഷ്മമായിട്ടാണ് ആചാര്യന്മാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയും നല്ല കഥകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആലോചിക്കുക. ചചാര മൃഗയാം തത്ര ദൃപ്തഃ ആത്തേഷു കാർമുകഃ വിഹായ ജായാം അതദർഹാം മൃഗവ്യസനലാലസഃ. ചചാര മൃഗയാം തത്ര ദൃപ്തഃ ആത്തേഷു കാർമുകഃ. ദൃപ്തഃ എന്ന് പറഞ്ഞാൽ ഗർവിതനായിട്ട്, എല്ലാം മറന്നിട്ട്, തന്നെ മറന്നിട്ട് തന്നെയാണ് ദർപ്പം. താനല്ലാത്തത് താനാണെന്ന് തോന്നുക, അതാണ് ദർപ്പം. നമുക്കില്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നതൊക്കെ ദർപ്പമാണ്. ഇവിടെ ഒരു ദർപ്പം, അദ്ദേഹം സ്വയം മറന്ന് മതിമറന്നവനായിട്ട്, മതം പിടിച്ചവനെ പോലെ ദർപ്പനായിട്ട്, ദൃപ്തനായിട്ട്, ഗർവിതനായിട്ട്. ആതേഷു കാർമുകഃ. ഇഷുക്കളും കാർമുകവും ആപ്തം പ്രാപ്തം. ഇഷു അമ്പാണ്, കാർമുകം വില്ലാണ്. അപ്പൊ വില്ലും അമ്പും ധരിച്ചവനായിട്ടും, മുമ്പേ പറഞ്ഞു എന്തൊക്കെയാണ് വില്ല് എന്തൊക്കെയാണ് അമ്പ് നോക്കാം, അതൊക്കെ ധരിച്ചുകൊണ്ട് മൃഗവ്യസന ലാലസഹ. നായാട്ട് എന്ന ആ വിഷയത്തില് വ്യസനം എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആയിട്ട്, അതിൽ തൽപരനായിട്ട് നമുക്കർത്ഥം. അഡിക്റ്റഡ് ആയിട്ട്, മൃഗയാവിനോദത്തിൽ തൽപരനായിട്ട്, മൃഗവ്യസന ലാലസഹ. അതദർഹാം ജായാം വിഹായ തത്ര മൃഗയാം ചചാര. അതദർഹാം ജായാം വിഹായ. വിഹായ വെടിഞ്ഞിട്ട്, ആരെ? ജായേ. ജായ എന്ന് പറഞ്ഞാൽ പത്നിയാണ്. അപ്പൊ തന്റെ പത്നിയെ വെടിഞ്ഞിട്ട്, ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, അതദർഹ എന്ന് പറയുന്നുണ്ട്, ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു പാവം. എന്നത് അർഹതി, അവൾ അത് അർഹിക്കുന്നില്ല
എന്നിട്ടും അവളെ ഉപേക്ഷിച്ചു. അപ്പോൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്തവളെ ഉപേക്ഷിച്ച് ഇങ്ങേര് നായാട്ടിന് പോയി എന്നാണ്. അപ്പോൾ ഇവിടെ സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നലോകത്തിൽ വിഹരിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ജാഗ്രത് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ആ ജാഗ്രത് ബുദ്ധിയുടെ അഭാവത്തെയാണ് ഇവിടെ ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് നല്ലത്, എന്താണ് ചീത്ത, യുക്തം അയുക്തം, ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യാനുള്ള സാമർഥ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്വപ്നത്തിൽ നമുക്ക് വിചാര സ്വാതന്ത്ര്യം ഉണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വപ്നത്തിൽ നമുക്ക് എന്തെങ്കിലും വിചാര സ്വാതന്ത്ര്യം ഉണ്ടോ? ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് അവിടുത്തെ ലോകമൊക്കെ. പക്ഷെ നമ്മളവിടെ ഏതോ ഒരു ശക്തിയാൽ ആവേശിതരായിട്ട് വലിച്ചഴക്കി കൊണ്ടുപോവാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്വപ്നത്തിൽ എന്ത് കാണണം നമുക്ക് പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? സ്വപ്നം സംഭവിക്കുകയാണ് ഒരു യാന്ത്രികമായിട്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഒരു സിനിമ കാണും പോലെയുള്ളൂ. ആ സിനിമ പിന്നാലെ പ്രവർത്തിപ്പിക്കുന്ന പ്രൊജക്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള സിസ്റ്റത്തിൽ അത് ഓടിക്കുന്നവൻ്റെ കയ്യിലാണ് അത് നിയന്ത്രണം. നമ്മുടെ കയ്യിൽ കാണുന്നവർക്ക് അതിൽ യാതൊരു നിയന്ത്രണമില്ല. കഥയിൽ മാറ്റം വരുത്താനൊന്നും കാണുന്നവർക്ക് പറ്റില്ല. അതുപോലെ നമ്മളൊരു കാഴ്ചക്കാരായിട്ട് മാറുകയാണ്, അവിടെ നിസ്സഹായരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ബുദ്ധിക്ക് പ്രവർത്തിക്കാനുള്ള സാമർഥ്യമില്ല, സ്വാതന്ത്ര്യമില്ല. അവിടെ ബുദ്ധി ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് നിരക്കാത്ത പലതും അവിടെ കാണുകയും ചെയ്യും. നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ഉണർന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ എങ്ങനെ ഞാൻ കണ്ടു എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ജാഗ്രത ലോകത്തിൽ കാണാത്ത കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും. അത് കൂട്ടിക്കെട്ടിയതാണ് ബുദ്ധി. അവിടുത്തെ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ ചിറകുകൾ വെച്ചതായിട്ടും നമ്മൾ ചിറകോട് കൂടി പറന്നു നടക്കുന്നതായിട്ടും ഒക്കെ ചിലപ്പോൾ കണ്ടുവന്ന് വരും. ചിറകുള്ള ആനയെ കാണാം, ചിറകുള്ള കുതിരയെ കാണാം. നമ്മൾ പല കഥകളും ചിത്രകഥകളും ഒക്കെ വായിച്ച് അതിന്ന് പഠിച്ചതായിട്ടുള്ള പലതുമായിട്ട് ഓർമ്മകളുമായിട്ട് കിടപ്പുണ്ട്. ബാറ്റ്മാനെ പോലെ, സ്പൈഡർമാനെ പോലെ, സൂപ്പർമാനെ പോലെ നമ്മളും പറന്ന് നടക്കുന്നതായിട്ടൊക്കെ ചിലപ്പോൾ കാണും. മറ്റു പലരും പറന്ന് നടക്കുന്നതായിട്ട് കാണും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അതോ വെറും ഫാന്റസിയാണോ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഭാര്യയെ കൊണ്ടുപോകാതെ പോയി എന്ന് പറയുന്നത്. അതതർഹാം ജായാം വിഹായ തത്ര മൃഗയാം ചചാര, അവിടെ നായാട്ടിനായിട്ട് പോയി എന്ന് പറയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ രാഗദ്വേഷാദികളാണ് ബാണങ്ങള്, അഹങ്കാരം കർത്തൃത്വമാണ് വില്ല്, ശബ്ദാദി വിഷയങ്ങളാണ് മൃഗങ്ങൾ, അതിന്റെ പുറകെയാണ് പോകുന്നത്. ജാഗ്രത് ബുദ്ധിയാണ് ഭാര്യ, അവളെ ഉപേക്ഷിച്ചു. നായാട്ട് വിഷയാന്വേഷണം തന്നെയാണ്, അങ്ങനെ പോയി. ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹ ന്യഹനൻ നിശിതൈർബാണൈഃ വനേഷു വനഗോചരാൻ. നിരനുഗ്രഹ ആസുരീം വൃത്തിം ആശ്രിത്യ, നിരനുഗ്രഹ അനുഗ്രഹത്തോടു കൂടാത്തവൻ എന്ന് പറഞ്ഞു. അനുഗ്രഹമില്ലാത്തവൻ എന്നോട് ഭാര്യയുടെ സഹായമില്ലാത്തവൻ, ബുദ്ധി ഇല്ലാത്തവൻ എന്നൊക്കെ അർത്ഥം തന്നെയാണ്. ആസുരീം വൃത്തിം ആശ്രിത്യ, അസുരന്മാർക്ക് ഉചിതമായ വൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഘോരാത്മ ഭയങ്കര സ്വരൂപനായിട്ട് നിശിതൈഹി ബാണൈഹി മൂർച്ചയേറിയ ബാണങ്ങളെ കൊണ്ട് വനേഷു വനഗോചരാൻ ന്യഹനത്, ആ കാടുകളിൽ സഞ്ചരിച്ച് കാട്ടിലെ മൃഗങ്ങളെ കൊന്നൊടുക്കി നിഹനിച്ചു. അങ്ങനെ മൃഗയാ വിനോദം ചെയ്തു. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് പല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പ്രാണികളോടൊക്കെ കാരുണ്യമൊക്കെ ഉണ്ടാവും. സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ അതിലൊന്നും നിയന്ത്രണമില്ലാത്തതുകൊണ്ട് നമ്മുടെ വാസനാ ബലം കൊണ്ട് ജാഗ്രതയിൽ നമ്മൾ ബോധപൂർവം നമ്മുടെ വാസനകളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ഹിംസ തെറ്റാണെന്ന് നമുക്കറിയാം, ഹിംസിക്കരുത് എന്നൊക്കെ തോന്നും. പക്ഷേ സ്വപ്നത്തിൽ അതൊന്നും ബാധകമല്ല. അവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും അവിടെ പ്രവർത്തിക്കും നമ്മുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ച്. അപ്പോൾ കരുണയില്ലാത്ത അസുര സ്വഭാവത്തോടു കൂടിയിട്ട് പ്രാണികാരുണ്യമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പര ഉപദ്രവാദികൾ കർമ്മങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടും. അങ്ങനെയുള്ള ഭയങ്കരമായ സ്വപ്നത്തിൽ ദുഃഖങ്ങളെ അനുഭവിക്കുന്നതാണ് ഇവിടെ മൃഗയാ വിനോദം എന്ന് ഇവിടെ സൂചിപ്പിച്ചത്. എല്ലാം കുറച്ച് ചമൽക്കാരം കൂട്ടി പറഞ്ഞിരിക്കുന്നു.
ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹ ന്യഹനന്നിശിതൈർബാണൈഃ വനേഷു വനഗോചരാൻ തീർത്ഥേഷു പ്രതിദിഷ്ടേഷു രാജാ മേദ്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യതേ. ആ രാജാവ് അലം ലുബ്ധഃ, നല്ലതുപോലെ അത്യാഗ്രഹിയായിട്ട്, എന്ത് ചെയ്താലും മതിയാവുന്നില്ല, എന്തനുഭവിച്ചാലും പോരാ, അങ്ങനെ കൊതിയനായിട്ട് അത്യാഗ്രഹമുള്ളവനായിട്ട് തീർത്ഥേഷു പ്രതിദിഷ്ടേഷു വനേ മേദ്യാൻ പശൂൻ യാവദർത്ഥം ഹന്യാത് ഇത് നിയമ്യത. വാസ്തവത്തില് ജാഗ്രത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഹിംസയെക്കുറിച്ചിട്ടുള്ള നിയമങ്ങൾ ബാധകമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ് ഹിംസയെക്കുറിച്ച് നിയമങ്ങൾ? ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർത്ഥേഷു പ്രതിദിഷ്ടേഷു മേദ്യാൻ പശൂൻ യാവദർത്ഥം ഹന്യാത് ഇത് നിയമ്യത. ഇങ്ങനെ നിയമിച്ചിട്ടുണ്ട്. തീർത്ഥം എന്ന് പറഞ്ഞാൽ ദേശവും കാലവും രണ്ടിലും തീർത്ഥമുണ്ട്. പുണ്യമുഹൂർത്തങ്ങൾ തീർത്ഥമുഹൂർത്തങ്ങളാണ്. അതുപോലെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് തീർത്ഥമാണ്. ഒരു സന്തതി ഉണ്ടായാൽ അത് തീർത്ഥമുഹൂർത്തമാണ്. പ്രസവിച്ച മുഹൂർത്തം തീർത്ഥമുഹൂർത്തം എന്നാ പറയുക. അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല സമയങ്ങള്, മുഹൂർത്തങ്ങളെയാണ് തീർത്ഥം എന്ന് പറയുന്നത് കാലത്തിൽ. അതിവിടെ യാഗാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ അത് തീർത്ഥകാലമാണ്. അത് മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് അത് യാഗങ്ങളൊക്കെ ചെയ്യുക. ആ പുണ്യകാലത്ത് യാഗാദികൾ അനുഷ്ഠിക്കുമ്പോൾ പ്രതിദിഷ്ടേഷു, പ്രതിദിഷ്ടം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, തിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ദിഷ്ടം തിട്ടം തന്നെയാണ്. നമ്മുടെ മലയാളത്തിലെ തിട്ടത്തിന്റെ സംസ്കൃതമാണ് ദിഷ്ടം. പ്രതിദിഷ്ടം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന മൃഗങ്ങളെ ഇന്ന സമയത്ത് ഇന്ന പൂജയ്ക്കായിക്കൊണ്ട് ഹനിക്കാവുന്നതാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള. അതിന് മേദ്യാൻ പശു എന്നുണ്ട്. മേദ്യം എന്ന് പറഞ്ഞാൽ മേധത്തിന് ഉപയോഗിക്കുന്നത്, പൂജാതി ഹോമാദികളിൽ ഉപയോഗിക്കുന്നത് മേദ്യം. അപ്പൊ മേദ്യങ്ങളായ പശുക്കളെ, വിഹിതങ്ങളായ മൃഗങ്ങളെ, എല്ലാ മൃഗങ്ങളെയും വിഹിതമാക്കിയിട്ടില്ല അവിടെ. അപ്പൊ ആ യാഗപശു എന്ന് പറയുന്ന യാഗത്തിന് ഉപയോഗിക്കുന്ന പശുക്കളെ യാവതർത്ഥം, എത്രത്തോളം വേണോ അത്രത്തോളം ശാസ്ത്രം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹന്യാദിതി നിയമ്യത, ഹനിക്കേണ്ടതാണ് എന്ന് നിയമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും വിട്ടിട്ട് ആ ബോധമൊന്നുമില്ല. അതുകൊണ്ട് ക്രൂരനായിട്ട് ലുബ്ധനായിട്ട് ആക്രമിച്ച് ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ജാഗ്രതയില് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പരിമിതികളുണ്ട്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ വിഷയങ്ങളെയൊക്കെ അനുഭവിക്കുന്നത്. സ്വപ്നത്തിൽ വല്ല ലിമിറ്റുണ്ടോ? സ്വപ്നത്തിൽ നമുക്ക് വേണമെങ്കിൽ കള്ളു കുടിക്കാം, ഏത് സ്ത്രീ വിഷയങ്ങൾ വേണമെങ്കിൽ അനുഭവിക്കാം, ആരുടെ കൂടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ആവാം, അല്ലേ? ഒരു നിയന്ത്രണവും ഇല്ല സ്വപ്നം എന്നുള്ളത്. അവനവൻ്റെ ഉള്ളിലുള്ള ആ വാസനയ്ക്ക് സംസ്കാരത്തിനൊക്കെ അനുസരിച്ച് സ്വപ്നത്തിൽ എന്ത് വേണമെങ്കിലാവാം. അവിടെ നിയമങ്ങളൊന്നും ബാധകം അല്ല. അപ്പോൾ ജാഗ്രതയിലാണ് നിയമങ്ങളൊക്കെ, ഈ സംസ്കാരമൊക്കെ, വേദങ്ങളും ശാസ്ത്രങ്ങളും വിധിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിനെ ഇവിടെ ഈ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലുബ്ധനായിട്ട് തോന്നിയവാസിയായിട്ട് അവിടെ അലഞ്ഞു തിരിയുന്നു, പല വിഷയങ്ങളും അനുഭവിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അത് നമുക്ക് ഈ ജാഗ്രത അവസ്ഥയിലും ഉണ്ടായിട്ടുള്ള ഭോഗാഭിലാഷങ്ങൾ തന്നെയാണ് നമ്മൾ സ്വപ്നത്തിൽ തീർക്കുന്നത്. ജാഗ്രതയിൽ സാധിക്കാത്ത കാര്യങ്ങൾ ഉള്ളിൽ സപ്രസ് ചെയ്ത് കിടപ്പുണ്ട്. നമ്മുടെ അൺകോൺഷ്യസിലും സബ് കോൺഷ്യസിലേക്കും നമ്മൾ അതിനെ അമർത്തി വെച്ചിരിക്കുകയാണ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട്. ഈ സ്വപ്നം എന്നുള്ളത് സബ് കോൺഷ്യസ് ആണ്. അപ്പോൾ അൺകോൺഷ്യസിൽ കിടക്കുന്നതൊക്കെ സബ് കോൺഷ്യസിലേക്ക് വന്ന് അവിടെ അതിൻ്റെ നൃത്തം വയ്ക്കുകയാണ്. ഉള്ളിൽ കിടന്നിരുന്ന വാസനകൾ ആ സബ് കോൺഷ്യസിൽ അഥവാ സൂക്ഷ്മ ശരീരത്തിൽ സ്വപ്നാവസ്ഥയിൽ അത് പ്രകടമാവുകയാണ് എന്നർത്ഥം. അപ്പോൾ അതിനെ നേരത്തെ തന്നെ വിവേകവും സംസ്കാരവും സദാചാരവും കൊണ്ട് ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഈ അനാവശ്യമായിട്ടുള്ള ലുബ്ധ കൊതി കൊണ്ടുള്ള സ്വപ്നങ്ങളൊന്നും
ജ്ഞാനികൾക്ക്, മഹാത്മാക്കൾക്ക്, സദാചാര നിഷ്ഠയുള്ളവർക്ക്, ഉള്ളു നല്ലപോലെ സംസ്കാരമുള്ളവർക്ക്, ഉള്ളു ശുദ്ധമായിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥമാണ്. ഇവിടെ നിഷിദ്ധങ്ങളായ ഭോഗങ്ങളൊക്കെ ഇവിടെ ഈ പുരഞ്ജനൻ അനുഭവിക്കുന്നു. ലുബ്ധത കൊണ്ട്, അദ്ദേഹത്തിന്റെ അധിക ആക്രാന്തം കൊണ്ട് എന്നൊക്കെ പറയണം. തീർത്ഥേഷു പ്രതിഷ്ഠേഷു രാജാ മേദ്യാൻ പശൂൻ വനേ യാവതർത്ഥം അലം ലുബ്ധോ. അലം ലുബ്ധ, നല്ലതുപോലെ ലുബ്ധനായിട്ട് ആ നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അനുഭവിക്കുന്നു. യേവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. ഇവിടെ മുമ്പിൽ പറഞ്ഞ ശ്ലോകത്തോട് ബന്ധപ്പെട്ട് പറയണ ഏവം നിയതം കർമ്മ വിദ്വാൻ യഹ മാനവ കുർവീത. ഹേ രാജേന്ദ്ര, ജ്ഞാനേന തേന കർമ്മണ സഹ ന ലിപ്യതേ. ശാസ്ത്രങ്ങളെ അനുസരിക്കുന്നവൻ, അതാണ് ശാസ്ത്രത്താൽ നിയമിക്കപ്പെട്ട കർമ്മം നിയതം കർമ്മ. മുമ്പ് പറഞ്ഞില്ലേ, ഇന്ന തീർത്ഥേഷു വിഹിതങ്ങളായ മൃഗങ്ങളെ ഹനിക്കാനാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ മൃഗങ്ങളെയും തോന്നുമ്പോഴൊക്കെ വെട്ടിക്കൊന്ന് തിന്നാനൊന്നും ശാസ്ത്രങ്ങൾ അനുവാദം തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആരാണോ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് അവനെയാണ് ഇവിടെ നിയതം കർമ്മ. ഏവം നിയതം കർമ്മ വിദ്വാൻ യഹ മാനവ. ശാസ്ത്രങ്ങളാൽ നിയമിക്കപ്പെട്ട കർമ്മത്തെ ഏതൊരു മാനവൻ അറിഞ്ഞിരിക്കുന്നുവോ, അറിഞ്ഞ് അത് അനുഷ്ഠിക്കുന്നുവോ, കുർവീത ചെയ്യുമോ. ഹേ രാജേന്ദ്ര, അല്ലയോ രാജശ്രേഷ്ഠ. ഇവിടെ പ്രാചീന ബർഹിസിനെ നാരദൻ സംബോധന ചെയ്യുന്നതാണ് രാജേന്ദ്ര എന്നുള്ളത്. പ്രാചീന ബർഹിസേ ജ്ഞാനേന തേന കർമ്മണ സഹ ന ലിപ്യത്തെ. ജ്ഞാനനിമിത്തം ആ കർമ്മത്താൽ അവൻ ബന്ധിക്കപ്പെടുന്നില്ല. ജ്ഞാനേന, ജ്ഞാനം ഹേതുവായിട്ട്, തേന കർമ്മണ, ഈ കർമ്മം കൊണ്ട്, അതായത് ഈ യാഗാദികളിൽ ചെയ്യുന്ന ഹിംസകളാലും അവൻ ബന്ധിക്കപ്പെടുന്നില്ല. അവൻ ലിപ്യത, ലേപനം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അവന് വാസന ഉണ്ടാവുന്നില്ല എന്നത്. അപ്പൊ ആരാണോ ശാസ്ത്രവിധിക്കനുസരിച്ച് മാത്രം നിയതങ്ങളായ കർമ്മങ്ങളെ മാത്രം ചെയ്യുന്നത് അവര് വാസനകളിൽ നിന്ന് മുക്തരായിരിക്കും. എന്നാൽ ആരാണോ ശാസ്ത്രവിധികളെ ലംഘിച്ച് വർത്തതേ കാമകാരത, തോന്നിയ വാസം പ്രവർത്തിക്കുന്നത്, കാമത്തിനനുസരിച്ച് പ്രവർത്തിക്കും. നമ്മളൊക്കെ ശാസ്ത്രങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശാസ്ത്രങ്ങളിൽ വെള്ളം ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കും, അല്ലേ? എന്തിനാണ്? നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കായിട്ടാണ്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, വാസനകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ശാസ്ത്രങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കും. അവര് കാമകാരത വർത്തത, കാമം കൊണ്ട്, കാമത്താൽ പ്രേരിതനായിട്ട് വർത്തിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ വാസനാബലമുണ്ടാകും. അവരിതുപോലെ ലുബ്ധന്മാരായി തീരും. അല്ലാത്തവരോ, ശാസ്ത്രങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരോ, വിവേകികളും ജ്ഞാനികളുമായിട്ടുള്ളവർ, അവര് ഈ വാസനകളാൽ മുക്തരായിരിക്കും. വാസനകളുടെ ബലം അവരിൽ ഉണ്ടാവില്ല. അതിനെ സൂചിപ്പിച്ചതാണ് ഇവിടെ സന്ദർഭവശാൽ ഇടയിൽ കൂടെ നാരദൻ. അപ്പൊ നാരദൻ ഇടയ്ക്കിടയ്ക്ക് ഡോസ് കൊടുക്കുന്നുണ്ട്. കഥ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ കാര്യവും പറയുന്നുണ്ട്. ഇവിടെ കഥ മാത്രമല്ല പറയുന്നത്. കഥ പറയുമ്പോൾ ഇപ്പൊ ഇത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഏതോ ഒരു പുരഞ്ജനന്റെ നടന്ന കഥയാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന ഇതൊന്നും വേണ്ടിയിരുന്നില്ല. അപ്പോൾ നാരദൻ മനഃപൂർവ്വം തന്നെ ഇദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയാണ്, കഥയിൽ കാര്യവും പറഞ്ഞുകൊണ്ട്. യേവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. ഇവിടെ ഇപ്പോൾ പ്രാചീന ബർഹിസ് ധാരാളം ഹിംസ ചെയ്ത ആളാണ്. അതിന് വിട്ട് യാഗങ്ങൾ ചെയ്ത് ഭൂമി മുഴുവൻ ദർഭ വിരിച്ച് അവിടെയൊക്കെ യാഗങ്ങൾ എന്ന പേരിൽ ഹിംസകൾ ചെയ്തു. ആ ഹിംസിക്കപ്പെട്ട മൃഗങ്ങളൊക്കെ പരലോകത്ത് കാത്തു നിൽക്കുന്നതായിട്ട് അദ്ദേഹം കാണിച്ചും കൊടുത്തു, അല്ലേ? അപ്പൊ അത്രയും കാമകാരം കൊണ്ട്, കാമത്താൽ പ്രേരിതനായിട്ടാണ് പ്രാചീന ബർഹിസ് ചെയ്തത് എന്ന് പ്രാചീന ബർഹിസിനിട്ട് ഒരു കൊട്ട് സന്ദർഭവശാൽ കൊടുത്തതാണ് ഇത്. നമുക്കും ഒക്കെ ഇട്ടുള്ള കൊട്ടൊക്കെ തന്നെയാണ്. അന്യതാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യത്തെ ഗുണപ്രവാഹ പതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യതഃ. എന്നാൽ അന്യതാ കർമ്മ കുർവാണ, എന്തുകൊണ്ട്? മാനാരൂഢ, മാനാരൂഢ, അഭിമാന ആരൂഢനായിട്ട്, ഗർവിതനായിട്ട് എന്നർത്ഥം. സ്വന്തം തന്നിഷ്ടപ്രകാരം ശാസ്ത്രങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവനാണ് മാനാരൂഢൻ.
അഭിമാനം കൊണ്ട് വർദ്ധിച്ചവൻ. അങ്ങനെ അവൻ അന്യത കർമ്മ കുർവാണ. അന്യത എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധമായിട്ട്, ശാസ്ത്രം പറഞ്ഞ നിയതകർമ്മമല്ല, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങളെ കുർവാണ ചെയ്യുന്നവൻ നിബദ്ധ്യതേ. നിബദ്ധ്യതേ ആ വാസനകളാൽ നിബന്ധിക്കപ്പെടുന്നു. അവന് ശാസ്ത്രവിരുദ്ധമായി ചെയ്യുന്ന കർമ്മം അവന്റെ മാനം കൊണ്ട് ചെയ്തതാണ്, കാമം കൊണ്ട് ചെയ്തതാണ്. അത് അവന്റെ വാസനയായി പ്രബലമായി അവനെ ലോപം ഉണ്ടാക്കുന്നു, അത്യാഗ്രഹം ഉണ്ടാക്കുന്നു. അതാണ് ലുബ്ധൻ എന്ന് മുമ്പേ പറഞ്ഞത്. കർമ്മ കുർവാണ നിബദ്ധ്യത, ബന്ധിക്കപ്പെടുന്നു. ഗുണപ്രവാഹ പതിത നഷ്ടപ്രജ്ഞ അധഃ വ്രജതി. അങ്ങനെ ഗുണപ്രവാഹത്തിൽ പതിച്ചവനായിട്ട്, ഈ 3 ഗുണങ്ങളുടെയും സമ്മർദ്ദത്തിൽ വഴങ്ങി അതിൽ പെട്ടിട്ട് അതിൽ പതിച്ചവനായിട്ട്, നഷ്ടപ്രജ്ഞ, ബുദ്ധി നഷ്ടപ്പെട്ടവനായിട്ട്, വിവേകബുദ്ധി നശിച്ചവനായിട്ട്, അധഃ വ്രജതി, താഴോട്ട് പോകുന്നു, അധപ്പതിക്കുന്നു. അപ്പൊ ഇങ്ങനെ ശാസ്ത്ര വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് നാശമാണ്, അധപ്പതനമാണ്. അവരുടെ വാസനാബലം അവരെ ഏതൊക്കെ പടുകുഴികളിലേക്ക് വലിച്ചഴയ്ക്കും എന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളെ ബഹുമാനിച്ച് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതവും. കാര്യവും അകാര്യവും നിശ്ചയിക്കുന്ന വിഷയത്തിൽ ശാസ്ത്രമാകട്ടെ നിനക്ക് പ്രമാണം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തരുന്നു. അപ്പൊ തത്ര നിർഭിന്ന ഗാത്രാണാം ചിത്രവാചൈശിലീമുഖൈഃ വിപ്ലവോ അഭൂത് ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. അപ്പൊ ഈ പിന്നെ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. മൂപ്പര് കാട്ടില് എന്ത് ചെയ്തു? തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് അനേക മൃഗങ്ങളെ വേട്ടയാടി. അതാണ് തത്ര, അവിടെ വനത്തിൽ നിർഭിന്ന ഗാത്രാണം. എന്തുകൊണ്ട്? ചിത്രവാചൈഹി ശിലീമുഖൈഹി. ശിലീമുഖം എന്ന് പറഞ്ഞാൽ അസ്ത്രത്തിന്റെ മുഖം, അമ്പിന്റെ മുന, ബാണങ്ങളുടെ മുഖം കൊണ്ട്. അതെങ്ങനെയുള്ളത്? ചിത്രവാചൈഹി, വിചിത്രങ്ങളായ വാചങ്ങളോടുകൂടിയത്. ഇവിടെ വാചം എന്നുള്ളതിന് ചിറകുകൾ, തൂവലുകൾ എന്നൊക്കെ അർത്ഥം. ഈ അസ്ത്രങ്ങൾക്ക് പിന്നില് തൂവൽ വെച്ച് കെട്ടും. വിവിധ പക്ഷികളുടെ തൂവലുകൾ, ഗരുഡന്റെയൊക്കെ തൂവലുകൾ കെട്ടിയിട്ടാണ് അസ്ത്രങ്ങൾ തൊടുക്കുക. അതാണ് ചിത്രവാചം. അപ്പൊ വിചിത്ര വർണ്ണങ്ങളിലുള്ള പക്ഷികളുടെ തൂവലുകളോടുകൂടിയ ശിലീമുഖങ്ങളെ കൊണ്ട്, ബാണമുഖങ്ങളെ കൊണ്ട്, നിർഭിന്ന ഗാത്രാണാം, തരാം ഭിന്നമായ ശരീരങ്ങളോടുകൂടിയവരായ ദുഃഖിതാനാം, ദുഃഖിതരായിരിക്കുന്ന, പീഡിതരായിരിക്കുന്ന, കരുണാത്മനാം ദുസ്സഹ, കരുണയുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വിപ്ലവ അഭൂത്. അവിടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ നാശം എന്നർത്ഥം. അഭൂത് ഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ കാട്ടിലെ ഒരുപാട് മൃഗങ്ങള് മുറിവേറ്റ് ദൈന്യതയെ പ്രാപിച്ചു, പീഡയെ പ്രാപിച്ചു. അല്പം കരുണയുള്ളവർക്കത് സഹിക്കാൻ പറ്റില്ല. അത്രയും ക്രൂരമായിട്ടാണ് അദ്ദേഹം വേട്ടയാടിയത് എന്നിവിടെ ഈ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. തത്ര നിർഭിന്ന ഗാത്രാണാം ചിത്രവാചൈ ശിലീമുഖൈഃ വിപ്ലവോ അഭൂത് ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മന. ഇവിടെ സൂക്ഷ്മാർത്ഥത്തില് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ രാജാവിനെ പോലെ, ഈ പുരഞ്ജനെ പോലെയാണ് അവിവേകികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ശാസ്ത്ര രീതിയെ അതിക്രമിച്ചുകൊണ്ട് ഈ അസ്ത്രം തൊടുത്തതുപോലെ നമ്മൾ വിഷയഭോഗങ്ങളിലേക്ക് ആസക്തരായിട്ട് നശിക്കുന്നത്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് വ്യസനമുണ്ടോ? ആർക്ക്? ജ്ഞാനികൾ നമ്മളെ നോക്കി, കരുണയുള്ളവർ വ്യസനിക്കും. അയ്യോ പാവം, നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനെ പാഴാക്കി കളയണമല്ലോ എന്ന് നമ്മളെക്കുറിച്ച് ജ്ഞാനികൾ വിഷമിക്കും. അതവിടെ നായാട്ടിനോട് ഉപമിച്ച് പറഞ്ഞത്. ഈ പുരഞ്ജനൻ എങ്ങനെയാണോ നായാട്ട് ചെയ്ത് മൃഗങ്ങളെ തോന്നിയ പോലെ വേട്ടയാടിയിട്ട് കാണുന്നവർക്ക് പോലും ദുഃഖമുണ്ടാക്കിയത്, അതുപോലെ ഈ വിഷയലംബടന്മാരായിട്ടുള്ള ആളുകൾ ശാസ്ത്രങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് വഴിതെറ്റി നടന്ന് തോന്നിയവാസികളായി തോന്നിയ വിഷയങ്ങൾ അനുഭവിച്ച് കരുണാത്മാക്കളായിരിക്കുന്ന മഹാത്മാക്കൾക്ക് ദുഃഖം ജനിപ്പിക്കുന്നു. അവരെ കാണുമ്പോൾ കരുണ തോന്നുന്നു. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേദ്യാൻ അന്യാംശ്ച വിവിധാൻ വിനിഗ്നൻ ശ്രമമദ്യഗാത്.
ഈ പുരഞ്ജനൻ ഏതൊക്കെ മൃഗങ്ങളെ വേട്ടയാടി എന്ന് പറയുന്നത്? ശശങ്ങൾ എന്നാൽ മുയലുകളെയും, വരാഹാൻ പന്നികളെയും, മഹിഷാൻ പോത്തുകളെയും, ഗവയങ്ങൾ എന്ന് പറഞ്ഞാൽ യാക്കുകളെ പോലെയുള്ള മൃഗങ്ങളാണ്, പശുവിന്റെ ആകൃതിയിലുള്ള മൃഗങ്ങൾ, ഗവയങ്ങൾ. ശല്യകം എന്ന മുള്ളം പന്നികളെയും, മേദ്യാൻ വിവിധാൻ അന്യാൻ, മേദ്യങ്ങൾ എന്നാൽ യാഗത്തിലും മറ്റൊക്കെ ഉപയോഗിക്കാവുന്ന പരിശുദ്ധങ്ങളായവയെയും അന്യങ്ങളായവയെയും വിവിധങ്ങളായ അന്യാൻശ മറ്റു മൃഗങ്ങളെയും വിനിഘ്നന് വധിക്കുന്നവനായിക്കൊണ്ട് ശ്രമം അദ്യകാത്. അപ്പൊ അനേകം നിർദോഷികളായ മൃഗങ്ങളെ പോലും കൊന്നൊടുക്കിയിട്ട് അവസാനം ക്ഷീണത്തെ പ്രാപിച്ചു. ശ്രമം അദ്യകാത്, ശ്രമത്തെ അധിഗമിച്ചു. ഇപ്പോൾ സ്വപ്നത്തില് ധാരാളം ഭോഗങ്ങൾ അനുഭവിച്ച് വിഷയങ്ങളെ സമ്പാദിച്ച് ജീവാത്മാവിന് അവിടെ സ്വപ്നത്തിലും ക്ഷീണം ഉണ്ടാവും, ശ്രാന്തി ബാധിച്ചു എന്നർത്ഥം. അതിനിവിടെ രാജാവിന്റെ ക്ഷീണമായിട്ട് ഉപമിച്ചു. തദക്ഷുത്രിട് പരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേവാൻ കൃതസ്നാനോചിതാഹാരഃ സംവിവേശ ഗതക്ലമഃ. അങ്ങനെ ക്ഷീണിതനായപ്പോ വീട്ടിലേക്ക് മടങ്ങി വന്നു. അതാണ് തതഃ അനന്തരം ക്ഷുത്രിട് പരിശ്രാന്ത, ക്ഷുത്തും തൃഷ്ണയും കൊണ്ട്, വിശപ്പും ദാഹവും കൊണ്ട് പരിശ്രാന്തനായിട്ട്, നല്ലതുപോലെ ക്ഷീണിതനായിട്ട്, നിവൃത്ത മടങ്ങിയവനായിട്ട്, വിഡ്രോ ചെയ്തിട്ട് മൃഗയാവിനോദത്തിൽ നിന്ന് തിരിച്ച് ഗൃഹം ഏയിവാൻ, ഗൃഹത്തെ പ്രാപിച്ചു, ഗൃഹം പ്രാപിച്ചവനായി തീർന്നു, ഗൃഹം ഏയിവാൻ. എന്നിട്ട് കൃതസ്നാന, വന്നപാടെ കുളിച്ചു, സ്നാനം ചെയ്തു. ഉചിത ആഹാര, വേണ്ട ആഹാരമൊക്കെ കഴിച്ചു, വിശപ്പൊക്കെ മാറ്റി. ഗതക്ലമഃ, ക്ഷീണം തീർന്നു, ക്ലമമെല്ലാം തീർന്നു. സംവിവേശ, പിന്നെ സുഖമായിട്ടിരുന്നു. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ വിശപ്പും ദാഹവും ഒക്കെ അകറ്റി, ക്ഷീണം അകറ്റി, കുളിയെല്ലാം കഴിഞ്ഞു എന്നർത്ഥമാണ്. ഇപ്പോൾ ഇതിനെ തിരിച്ചു പറഞ്ഞാൽ സ്വപ്നാവസ്ഥയിൽ നിന്ന് ജീവൻ തിരിച്ച് ജാഗ്രതയിലേക്ക് വരുന്ന അവസ്ഥയാണിത്. ജാഗ്രത അവസ്ഥയെ പ്രാപിച്ചു, ഹൃദയമാകുന്ന ഗൃഹത്തിലേക്ക് നിവസിച്ചു, തിരിച്ചു വന്നു. ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലേന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യപദാർത്ഥങ്ങളെ കണ്ട് സന്തോഷിച്ചു. അതാണ് സുഖം. സ്വപ്നഹേതുവായിട്ടുള്ള നിദ്ര, കാട് ഒഴിഞ്ഞുപോയി, നശിച്ചു. ഇപ്പൊ ശ്രമം ഒഴിഞ്ഞുപോയി, ശ്രമം നശിച്ചു എന്ന് പറഞ്ഞു. ഇനി മനസ്സ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇത്ര നേരം ഭാര്യയെ മറന്നിരിക്കുകയായിരുന്നു, ഇപ്പൊ ഭാര്യയോട് ചേരണമെന്ന് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ഭാര്യയെ അന്വേഷിക്കുകയാണ്. ഭാര്യ പിണങ്ങിയിരിക്കുകയാണ്, എന്നെ കൊണ്ടുപോകാത്തത് കൊണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളെ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ തുടരാം. ഹരി ഓം. വൈകിട്ട് 5 മണിക്ക് ഭഗവത്ഗീത. ഹരി ഓം.